ഓം ശാന്തി. 6/3/2022. സാരേ ഖേൽ കാ ആധാർ ലൈറ്റ് ഓർ ബിന്ദു. മുഴുവൻ കളിയുടെയും ആധാരം ലൈറ്റും ബിന്ദുവും. വിശേഷ് ശിവജയന്തിക്ക് അവസർ പർ. ബാബ ശിവജയന്തിയുടെ അവസരത്തിൽ പറഞ്ഞ മുരളിയാണ്. आज त्रिमूर्ति शिव बाबा हर एक बच्चे के मस्तक पर 3 तिलक देख रहे हैं. ഇന്ന് ത്രിമൂർത്തിയായ ശിവബാബ തന്റെ ഓരോ കുട്ടികളുടെയും മസ്തകത്തിൽ 3 തിലകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സബി സച്ചേ ദിൽ കെ ഉമംഗ് ഉത്സാഹ സെ ത്രിമൂർത്തി ശിവജയന്തി മനാനെ ആയേ ഹെ. എല്ലാ കുട്ടികളും ഹൃദയത്തിലെ ഉന്മേഷ ഉത്സാഹത്തിലൂടെ ത്രിമൂർത്തി ശിവജയന്തി ആഘോഷിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ത്രിമൂർത്തിയായ ശിവബാബ തന്റെ ഓരോ കുട്ടികളുടെയും മസ്തകത്തിൽ 3 തിലകങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളുടെയും ഹൃദയത്തിലുള്ള ഉന്മേഷ ഉത്സാഹത്തിലൂടെ എല്ലാ കുട്ടികളും തന്റെ ഹൃദയത്തിലെ ഉന്മേഷ ഉത്സാഹത്തിലൂടെ ത്രിമൂർത്തി ശിവജയന്തി ആഘോഷിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. ये त्रिमूर्ति शिव बाबा अर्थात ज्योतिर्बिंदु बाप बच्चों के मस्तक पर 3 बिंदियों का तिलक देख हर्षित हो रहे हैं. അല്ലെ, ത്രിമൂർത്തി ശിവ ബാബ തന്റെ ജ്യോതിർബിന്ദുവായ കുട്ടികളുടെ മസ്തകത്തിൽ 3 ബിന്ദുവിന്റെ തിലകം കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. ത്രിമൂർത്തി ശിവ ബാബ തന്റെ ജ്യോതിർബിന്ദുവായ അച്ഛൻ, ത്രിമൂർത്തി ശിവ ബാബ ജ്യോതിർബിന്ദുവായ അച്ഛൻ തന്റെ കുട്ടികളുടെ മസ്തകത്തിൽ 3 ബിന്ദു കണ്ടിട്ട് 3 ബിന്ദുവിന്റെ തിലകം കണ്ടിട്ട് ഹർഷിതനായിക്കൊണ്ടിരിക്കുകയാണ്. ഏ തിലക സാരേ ജ്ഞാനക്ക സാർഹി. ബാബ പറയാണ് കുട്ടികളുടെ മസ്തകത്തിൽ ബാബ എന്താണ് കാണുന്നത്? 3 തിലകമാണ്. ബാബ പറയാണ് ഈ 3 തിലകം എന്താണ്? ഇത് ജ്ഞാനത്തിന്റെ സാരമാണ്, മുഴുവൻ ജ്ഞാനത്തിന്റെയും സാരമാണ് 3 തിലകം. ഇൻ 3 ബിന്ദിയുമേ, കാരണം ത്രിമൂർത്തിയാണ് ബാബ, ത്രിമൂർത്തി ബാബ. അപ്പൊ ത്രിമൂർത്തി ബാബയാണ്, ത്രിമൂർത്തികളുടെ രചയിതാവായ ബാബയാണ് ആ ജ്യോതിർബിന്ദു സ്വരൂപനായ അച്ഛനാണ് തന്റെ കുട്ടികളുടെ മസ്തകത്തിൽ 3 ബിന്ദുവിന്റെ തിലകം കണ്ട് സന്തോഷിക്കുന്നത്. അപ്പോ ഈ 3 ബിന്ദു എന്ന് പറയുമ്പോൾ മുഴുവൻ ജ്ഞാനത്തിന്റെ സാരവും കുട്ടികളുടെ മസ്തകത്തിലുള്ള ആ 3 ബിന്ദുവിന്റെ തിലകത്തിൽ അടങ്ങിയിരിക്കുന്നു. സാരേ ജ്ഞാനിക സാർ 3 ബാത്തോ മേ ഹി. മുഴുവൻ ജ്ഞാനത്തിന്റെയും സാരം 3 കാര്യങ്ങളിലാണ്. പരമാത്മ, ആത്മ, രാമ. അപ്പൊ മുഴുവൻ ജ്ഞാനത്തിന്റെയും സാരം 3 കാര്യങ്ങളിലാണ്. പരമാത്മ, ആത്മ, രാമ. 3 കാര്യങ്ങളിലാണ്. അർത്ഥാത് രചന അപ്പൊ പരമാത്മ, ആത്മ, രാമ എന്ന് വെച്ചാൽ രചന. ആജ് കാ യാദ്ഗാർ ദിവസ് ഭി ശിവ അർത്ഥാത് ബിന്ദു കാ ഹെ. ഇന്നത്തെ ഓർമ്മ ചിഹ്നത്തിന്റെ ദിവസവും ശിവന്റേതാണ്, ബിന്ദുവിന്റേതാണ്. ബാപ്പ് ബി ബിന്ദു, ആപ്പ് ബി ബിന്ദു, രചന അർത്ഥാത് രാമ ബി ബിന്ദു. 3 ബിന്ദു എന്താണ്? ബാബയും ബിന്ദു, കുട്ടികളാകുന്ന ആത്മാക്കളും ബിന്ദു, രചന എന്ന് പറഞ്ഞാൽ രാമയും ബിന്ദു. तो आप सभी बिंदु बिंदु की जयंती मना रहे. ഇവിടെ ബിന്ദു ബിന്ദുവിന്റെ ജയന്തിയാണ് ആഘോഷിക്കുന്നത്. ബിന്ദു വൻ മനാ രഹേ ഹോ, ബിന്ദുവായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സാര പ്രകൃതി കാ ഖേൽ ഖേൽ ഭി 2 ബാത്തോ കാ ഹെ. മുഴുവൻ പ്രകൃതിയുടെ കളിയും 2 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഏക ബിന്ദു കാ, ദൂസര ലൈറ്റ് ജ്യോതി കാ. മുഴുവൻ പ്രകൃതിയുടെയും കളിയും 2 കാര്യങ്ങളെ ആധാരമാക്കിയിട്ടാണ്. ഒന്ന് ബിന്ദുവിന്റെ, രണ്ടാമത്തേത് ലൈറ്റിന്റെ, ജ്യോതിയുടെ. അപ്പോ മുഴുവൻ പ്രകൃതിയുടെയും കളി 2 കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ഒന്ന് ബിന്ദു, രണ്ടാമത്തേത് ലൈറ്റ്. ബാബ്കോ സിർഫ് ബിന്ദു നഹി ലേക്കിൻ ജ്യോതിർ ബിന്ദു കഹത്തെ ഹെ. ബാബയെ ബിന്ദു എന്ന് മാത്രമല്ല പിന്നെന്താ വിളിക്കുന്നത്? ജ്യോതിർ ബിന്ദു എന്നാണ് ബാബയെ വിളിക്കുന്നത്. രജിതാബി ജ്യോതിർ ബിന്ദു ഹെ
और आप भी ഹീറോ പാർട്ടുദാരി ജ്യോതിർബിന്ദു ഹോ. രചയിതാവും ജ്യോതിർബിന്ദുവാണ്. നിങ്ങൾ കുട്ടികളും ഹീറോ പാർട്ടുദാരികളായ ജ്യോതിർബിന്ദുവാണ്. അപ്പൊ നമ്മള് ബിന്ദുവായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും ബിന്ദുവാണ് അല്ലെ. ആ ബിന്ദുവിന്റെ ജയന്തിയാണ് ആഘോഷിക്കുന്നത് അല്ലെ. മുഴുവൻ പ്രകൃതിയുടെയും കളി രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ബിന്ദു, രണ്ടാമത്തേത് പ്രകാശം, ജ്യോതി അല്ലെ. ഒന്ന് ബിന്ദുവും പിന്നെ രണ്ടാമത് ജ്യോതിയും. അപ്പൊ ബാബ പറയാണ് ബാപ്കോ സർ ബിന്ദു നഹി ലേക്കിൻ ജ്യോതിർബിന്ദു കഹത്തെ ഹൈ അല്ലെ. ബാബയെ വെറുതെ ബിന്ദു എന്നല്ല പറയാ, ജ്യോതിർബിന്ദു എന്നാണ് പറയുന്നത്. രചയിതാബി ജ്യോതിർബിന്ദു और आप ഹീറോ പാർട്ടുദാരി ബി ജ്യോതിർബിന്ദു. രചയിതാവും ജ്യോതിർബിന്ദുവാണ്, രചനകളും ജ്യോതിർബിന്ദുവാണ്. അവരുടെ കുട്ടികള് ഹീറോ പാർട്ടുദാരികളാണ്. നിങ്ങൾ ഹീറോ പാർട്ടുദാരികളായ കുട്ടികളും ജ്യോതിർബിന്ദുവാണ്. നാക്കി സിർഫ് ബിന്ദു ഹോ, നിങ്ങൾ ബിന്ദു മാത്രമല്ല. ये सारा खेल भी देखो जो भी कार्य करते हैं उसका आधार लाइट. മുഴുവൻ ഈ സൃഷ്ടി നാടകത്തെ നോക്കൂ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ആധാരം ലൈറ്റ് ആണ്. आज सेंसर में अगर लाइट फेल हो जाए तो एक सेकंड में सेंसर नहीं लगेगा. ബാബ പറയാണ് ഒന്ന് നോക്കിയേ, ഈ ലോകത്തില് ലൈറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാലോ, ലൈറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു സെക്കൻഡിൽ ഈ ലോകമല്ലാതാകും. ഇവിടെ വെളിച്ചമില്ലാതായി കഴിഞ്ഞിട്ട് അവസ്ഥ എന്ന് ആലോചിക്കുക. സൂര്യൻ ഉദിക്കുന്നില്ല അല്ലെ, ബാക്കി വൈദ്യുതി ഇല്ല, എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. तो जो भी सुख के साधन है उन सबका आधार क्या है? ഏതെല്ലാം സുഖത്തിന്റെ സാമഗ്രികളുണ്ടോ അതിന്റെ എല്ലാം ആധാരം എന്താണ്? ലൈറ്റ്. എന്തെല്ലാം സുഖത്തിന്റെ സാമഗ്രി ഉണ്ടോ? AC വർക്ക് ചെയ്യണോ അല്ലേ, ഫാൻ വർക്ക് ചെയ്യണോ, ട്യൂബ് ലൈറ്റ് വർക്ക് ചെയ്യണോ, ജനറേറ്റർ വർക്ക് ചെയ്യണോ അല്ലെ, എന്തെല്ലാം ഇന്ന് മനുഷ്യ ജീവിതത്തില്, ഫ്രിഡ്ജ് അല്ലെ, ഗ്രൈൻഡർ, ഏത് സുഖത്തിന്റെ സാമഗ്രികള് വർക്ക് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ലൈറ്റ് ആവശ്യമാണ്. അപ്പൊ ലോകത്തില് ലൈറ്റ് ഇല്ലാതായാൽ അല്ലെ ഈ ലോകമല്ലാതാകും. അപ്പൊ സുഖത്തിന്റെ സാമഗ്രിയുടെ ആധാരം, എല്ലാ സുഖത്തിന്റെ സാമഗ്രികളുടെയും ആധാരം ലൈറ്റ് ആണ്. രചയിത സ്വയം ബി ലൈറ്റ് ഹേ और പ്രകൃതി की ലൈറ്റ് അവിനാശി ഹേ. എന്നാൽ രചയിതാവ് സ്വയം ലൈറ്റ് ആണ് അല്ലെ. അതേപോലെ പ്രകൃതിയും അല്ലെ ലൈറ്റ് ആണ്. പ്രകൃതിക്ക് ലൈറ്റ് അവിനാശി നഹി ഹേ അല്ലെ. പ്രകൃതിയുടെ പ്രകാശം ഒരിക്കലും അനശ്വരമല്ല, എപ്പോഴും ഇല്ലല്ലോ അല്ലെ. പകലുണ്ട് രാത്രിയില്ല പ്രകാശം. അപ്പൊ പ്രകൃതിയുടെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനശ്വരമല്ല, എപ്പോഴും ഉള്ളതല്ല. ജോ സാരാ ഖേൽ ബിന്ദു ഓർ ലൈറ്റ് पर है. മുഴുവൻ കളിയും ബിന്ദുവിന്റെയും ലൈറ്റിന്റെയും ആധാരത്തിലാണ്. आज के यादगार दिवस को विशेष निराकार रूप से मनाते हैं. ഇന്നത്തെ ഓർമ്മ ചിഹ്നത്തിന്റെ ദിവസത്തെ നിരാകാരി രൂപത്തിലാണ് ആഘോഷിക്കുന്നത്. ശിവജയന്തി അല്ലെ, ശിവരാത്രി അല്ലെ, നിരാകാരി സ്വരൂപത്തിലാണ് ആഘോഷിക്കുന്നത്. ലേക്കിൻ ആപ്പ് കേസെ മനായെങ്കെ, പക്ഷെ കുട്ടികൾ എങ്ങനെയാണ് ആഘോഷിക്കുക? ആപ്പ് വിശേഷ ആത്മാവും കോ മനാനാവി വിശേഷന. നിങ്ങള് വിശേഷ ആത്മാക്കളാണ്, നിങ്ങളുടെ ആഘോഷവും വളരെ സ്പെഷ്യലാണ്. ऐसा कभी सोचा था हम आत्माएं ऐसे पदमापदम भाग्यवान जो डायरेक्ट त्रिमूर्ति शिव बाप के साथ साकार रूप में जयंती मनाएंगे. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ നമ്മൾ ആത്മാക്കൾ അല്ലെ, പദമാപദം ഭാഗ്യവാനായിട്ടുള്ള കുട്ടികൾ ഡയറക്റ്റ് ത്രിമൂർത്തി ശിവബാബയുടെ കൂടെ സാകാര രൂപത്തിൽ ജയന്തി ആഘോഷിക്കുന്നു അല്ലെ. ഇവ ശിവരാത്രി എല്ലാം ഓർമ്മചിഹ്നങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ശിവബാബയുടെ കൂടെ, ത്രിമൂർത്തി ശിവബാബയുടെ കൂടെ നമ്മള് അല്ലെ കോടി ഭാഗ്യവാന്മാരായിട്ടുള്ള കുട്ടികൾ സാകാര രൂപത്തിൽ ജയന്തി ആഘോഷിക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അല്ലെ? കബി സ്വപ്നമേ ബി സങ്കല്പമേ ബി നഹിത അല്ലെ. ശിവബാബയുടെ കൂടെ നമ്മൾ ശിവജയന്തി ആഘോഷിക്കുന്ന നമ്മുടെ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ ഉണ്ടായിരുന്നില്ല. ദുനിയാവാലെ യാദ്ഗാർ ചിത്രസെ ജയന്തി മനാത്തെ ഹേ. ലോകത്തിലുള്ളവര് ഓർമ്മ ചിഹ്നത്തിന്റെ ചിത്രമായിട്ട് ജയന്തി ആഘോഷിക്കുന്നു. ആപ്പ് ചൈതന്യമേ ബാപ്കോ അവതരീത് കർ ജയന്തി മനാത്തെ ഹോ. പക്ഷെ നമ്മൾ കുട്ടികൾ ചൈതന്യത്തിൽ അല്ലെ ബാബ അല്ലെ അവതരിച്ചിരിക്കുന്ന
ബാബയുടെ ജയന്തി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ ബാബ പറയാണ്, ലോകത്തിലെല്ലാവരും ഓർമ്മചിഹ്നത്തിന്റെ രൂപത്തിലാണ് ശിവരാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പക്ഷെ നിങ്ങൾ കുട്ടികള് ചൈതന്യത്തിൽ ബാബയുടെ അവതരീത ഓർമ്മചിഹ്നമായിരിക്കുന്ന ജയന്തി ആഘോഷിക്കുകയാണ്. ശക്തിശാലി കോൻ ഹുവാ, അല്ലെ? അപ്പൊ ശക്തിശാലികൾ ആരാണ്? ബാബയാണോ അതോ കുട്ടികളാണോ? ആരാണ് ശക്തിശാലി? കാരണം നിങ്ങളാണ് ആഘോഷിക്കുന്നത്. ഭഗവാൻ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശിവജയന്തി ആഘോഷിക്കുകയാണ്. तो बाप कहते हैं पहले आप, അല്ലെ? ബാബ പറയാണ്, കുട്ടികളെ ആദ്യം താങ്കൾ. അഗർ ബച്ചെ നഹി ഹോത്തെ तो बाप आकर क्या करते, അഥവാ കുട്ടികൾ ഇല്ലായിരുന്നുവെങ്കിൽ ബാബ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ബാബയ്ക്ക് ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ? കുട്ടികളാണ് ബാബയുടെ ഭുജങ്ങൾ, കുട്ടികളിലൂടെയാണ് ബാബ പ്രവർത്തിക്കുന്നത്. तो इसलिए पहले बाप बच्चों को मुबारक देते हैं, അതുകൊണ്ട് ആദ്യം ബാബ കുട്ടികൾക്ക് ആശംസകൾ നേരുകയാണ്. മനക്കെ മുഹബത്ത് കി മുബാരക്, ബാബ പറയാണ് മനസ്സിന്റെ, അല്ലെ, ആ ഹൃദയത്തിലെ പ്രേമത്തിന്റെ ആശംസകൾ. അപ്പൊ ആദ്യം കുട്ടികൾക്ക് ബാബ ആശംസകൾ നേരുകയാണ്. എങ്ങനെയുള്ള ആശംസകളാണ് നേരുന്നേ? ഹൃദയത്തിലെ പ്രേമത്തിന്റെ ആശംസകളാണ്. ബാബ്കോ ദിൽമേ പ്രത്യക്ഷ കർ ലിയാ ഹെ, കാരണം കുട്ടികള് ബാബയെ ഹൃദയത്തിൽ പ്രത്യക്ഷമാക്കിയിരിക്കുകയാണ്. ദിൽമേ ബാബ്കോ പ്രത്യക്ഷ കർണേക്ക് മുബാരക്കോ, ഹൃദയത്തിൽ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന്റെ ആശംസകൾ. നമ്മളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ കുട്ടികളുടെയും ഹൃദയത്തിലേക്കാണ് ബാബയെ കൊടുക്കുന്നത്, അല്ലേ? നമ്മൾ എന്തിനാണ് ബാബയെ പറ്റി ഘോരഘോരമായിട്ട് പറയുന്നത്? അവരുടെ ഹൃദയത്തിലേക്ക് ബാബയെ കൊണ്ട് കൊടുക്കുകയാണ്, അല്ലെ? ബാബയുടെ പ്രത്യക്ഷത ഹൃദയത്തിൽ ചെയ്യാണ്. ഓരോ ആത്മഹൃദയങ്ങളിലേക്കാണ് കൊടുക്കുന്നത്. സാക്ഷാത് വിശ്വക്ക് സർവ്വ ആത്മാവും പ്രതി രഹമത്തിൽ, അല്ലെ? അതോടൊപ്പം വിശ്വത്തിലെ സർവ്വ ആത്മാക്കളെ പ്രതിയും കരുണാഹൃദയരും വിശ്വമംഗളകാരിയുമാകണം, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? ഹൃദയത്തിലെ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന്റെ ആശംസകൾ, ഒപ്പം തന്നെ വിശ്വത്തിലെ സർവ്വ ആത്മാക്കളെ പ്രതിയും നമ്മൾ ആരാകണം? കരുണാഹൃദയരും വിശ്വമംഗളകാരിയുടെ ശുഭഭാവനകളും ശുഭമായിട്ടുള്ള ആഗ്രഹങ്ങളിലൂടെ ഈ വിശ്വത്തിന്റെ മുന്നിൽ ബാബയെ പ്രത്യക്ഷമാക്കുന്ന സേവനം, അല്ലെ? അല്ലെ, ആ സേവനത്തിന്റെ ഉന്മേഷ ഉത്സാഹത്തിന് ആശംസകൾ. അപ്പൊ ബാബ പറയാണ്, നോക്ക്, ഒന്ന് ഹൃദയത്തിൽ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന്റെ ആശംസകൾ, രണ്ട് ഈ വിശ്വത്തിലുള്ള സർവ്വ ആത്മാക്കൾക്കും വേണ്ടി, അല്ലെ, കുട്ടികള് കരുണാഹൃദയരായി വിശ്വമംഗളകാരിയുടെ ശുഭഭാവനയും ശുഭമായ ആഗ്രഹങ്ങളും ശുഭകാമനയും പുലർത്തി വിശ്വത്തിന്റെ മുന്നിൽ ബാബയെ പ്രത്യക്ഷമാക്കുന്ന സേവനത്തിലുള്ള ഉന്മേഷ ഉത്സാഹത്തിന് ആശംസകൾ. ബാപ്ദാദ സഭി ബച്ചോं के ഉത്സാഹ का उत्सव देख रहा था, ബാപ്ദാദ തന്റെ എല്ലാ കുട്ടികളുടെയും ഉത്സാഹത്തിന്റെ ഉത്സവമാണ് കണ്ടുകൊണ്ടിരുന്നത്. സേവാ കർണ അർത്ഥാത് ഉത്സാഹസെ ഉത്സവ മനാന, സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഉത്സാഹത്തോടു കൂടി ഉത്സവം ആഘോഷിക്കുക, അതാണ് സേവനം ചെയ്യുക. സേവാക്യോ കർത്തേ ഹോ, എന്തിനാണ് കുട്ടികൾ സേവനം ചെയ്യുന്നത്? ആത്മാവോ മേ ബാപ്കെ പരിചയ ദ്വാര ഉത്സാഹ ബഡാനെ കെ ലിയെ, ആത്മാക്കളിൽ ബാബയുടെ പരിചയം നൽകി ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. ജബ് സേവാക്കെ പ്ലാൻ ബനാത്തെ ഹോ तो वही उत्साह रहता है जल्दी से जल्दी वंचित आत्माओं को बाप से वर्षा दिलाए, അല്ലെ? എപ്പോഴൊക്കെയാണോ നമ്മൾ സേവനത്തിന്റെ പ്ലാനുകൾ നിർമ്മിക്കുന്നത്, അപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ അത്രയും ഉത്സാഹമാണ്. എത്രയും പെട്ടെന്ന് വഞ്ചിതരായ ആത്മാക്കൾക്ക് ബാബയുടെ സ്വത്ത് നേടിക്കൊടുക്കണം. ആത്മാവോക്കോ ഖുഷിക്ക് ജലക്ക അനുഭവം കരായേ, ആത്മാക്കൾക്ക് സന്തോഷത്തിന്റെ തിളക്കത്തിന്റെ അനുഭവം ചെയ്യിപ്പിക്കണം. अभी किसी भी आत्मा को देखते हो, चाहे आज के संसार में कितना भी बड़ा हो, लेकिन हर आत्मा के प्रति देखते ही पहले संकल्प क्या उठता है. ബാബ പറയണ, ഇന്നത്തെ ലോകത്തിൽ എത്ര വലിയവരായിക്കോട്ടെ, ഓരോ ആത്മാവിനെ കാണുമ്പോഴും ആദ്യം നമ്മളുടെ ഉള്ളിൽ ഏത് സങ്കല്പമാണ് ഉണ്ടാകേണ്ടത്? ഈ ലോകത്തിലുള്ള എത്ര വലിയവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏതൊരു ആത്മാവിനെ കാണുമ്പോഴും ആ ആത്മാവിനെ പ്രതി നമ്മുടെ മനസ്സിൽ ഉയരേണ്ട സങ്കല്പം എന്താണ്? പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെ? ഈ പ്രൈം മിനിസ്റ്റർ ഹേ, ഈ രാജാ ഹേ, നമ്മൾ എന്താ വിചാരിക്കുക? ഇത് പ്രൈം മിനിസ്റ്റർ ആണ്, അല്ലെ? ഇത് മോദിയാണ്, അല്ലെങ്കിൽ ഇത് രാജാവാണ്, അല്ലേ? ഈ സങ്കല്പല്ലേ നമുക്ക് വലിയ വലിയ വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ നമുക്ക് ഈ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ പൊസിഷനെ നമ്മൾ ഓർമ്മിക്കുക. ഏ ദിക്കായി ദേത്താ ഹേ ആത്മാസെ മിൽത്തേ ഹോ,
അപ്പൊ നിങ്ങൾ വിചാരിക്കാറുണ്ടോ ഞാൻ ആത്മാവിനെയാണ് കാണുന്നത്? ശരി, ഒരു വലിയ VIP വന്നു, അല്ലെ, കലക്ടർ വന്നു. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? കലക്ടർ. നമ്മൾ ആത്മാവിനെയാണ് കാണുന്നത് വിചാരിക്കാറുണ്ടോ? അല്ലെ? तो शुभ भावना उठती है ना कि आत्मा की आत्मा भी बाप से प्रति अंजलि ले ले. നമ്മുടെ ഉള്ളിലെ ഏത് ശുഭഭാവനയാണ് ഉൽപ്പന്നമാകുന്നത്? ഈ ആത്മാവും ബാബയിൽ നിന്നും പ്രാപ്തികളുടെ അഞ്ജലി നേടണം എന്നുള്ള ആ സങ്കല്പമാണ് ഉണ്ടാകുന്നത്. ഈ സങ്കല്പസേ മിൽത്തേ ഹോ, ഈ സങ്കല്പത്തിലൂടെയാണ് ഏതൊരു ആത്മാവിനെയും കാണേണ്ടത്. അപ്പൊ ये शुभ भावना उत्पन्न होती है तब ही आपकी शुभ भावना का फल उस आत्माओं को अनुभव करने का बल मिलता है. ഭവ പറയാണ്, ഈ ഒരു ശുഭഭാവന ഇപ്പോൾ ഉൽപ്പന്നമാകാണ്. അപ്പോൾ മാത്രമാണ് അല്ലെ കുട്ടികളുടെ ശുഭഭാവനയുടെ ഫലം അല്ലെ ആത്മാക്കോ അനുഭവ കർണേക്ക ബൽ മിൽത്താഹി, ആത്മാവിനെ അനുഭവം ചെയ്യാനുള്ള ബലം ലഭിക്കുന്നത്. അപ്പൊ ഭവ പറയാണ്, എപ്പോഴാണോ നമ്മുടെ ഉള്ളില് അല്ലെ ബാബയിൽ നിന്നും പ്രാപ്തികളുടെ അഞ്ജലി ആത്മാവിന് ലഭിക്കട്ടെ എന്നുള്ള ശുഭഭാവന ഉൽപ്പന്നമാകുന്നത്, അപ്പോൾ നിങ്ങളുടെ ശുഭഭാവനയുടെ ഫലം ആ ആത്മാവിന് അനുഭവം ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അനുഭവം ചെയ്യുന്നതിന്റെ ഫലം ആ ആത്മാവിന് ലഭിക്കുന്നു. ശുഭഭാവന ആപ്കി ഹേ ലേക്കിൻ, അല്ലെ, നിങ്ങൾക്ക് ശുഭഭാവന എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികളുടേതാണ്. എന്നാൽ ഭാവന കാ ഫൽ ഉൻകോ മിൽ ജാത്താ ഹേ, പക്ഷെ ആ ആത്മാവിനെ പ്രതി നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭാവനയുണ്ടല്ലോ, ആ ഭാവനയുടെ ഫലം അവർക്ക് ലഭിക്കുന്നു. അല്ലെ, നമ്മൾ ഭാവന ചെയ്യുന്നത് എന്താണ്? ഈ കുട്ടി പരമാത്മാവിന്റെ കുട്ടിയാവട്ടെ, അദ്ദേഹത്തിന് നിറയെ ഈശ്വരീയ പ്രാപ്തികൾ ഉണ്ടാകട്ടെ, അല്ലേ? അപ്പോ നമ്മുടെ ഭാവനയുടെ ഫലം തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നു. ക്യോങ്കി അല്ലെ ശുഭഭാവന നമ്മുടെ ഉള്ളിൽ നിന്നാണ്, പക്ഷെ നമ്മുടെ ഭാവനയുടെ ഫലം അവർക്ക് ലഭിക്കുന്നുണ്ട്. ആപ്പ് ശ്രേഷ്ഠ ആത്മാവും കി ശുഭഭാവനക്കെ സങ്കല്പ ബഹുത് ശക്തി ഹേ, നിങ്ങൾ ശ്രേഷ്ഠ ആത്മാക്കളുടെ ശുഭഭാവനയുടെ സങ്കല്പങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട്. അപ്പൊ ഏകേക ശ്രേഷ്ഠ ആത്മാക്ക ഏകേക ശുഭ സങ്കല്പ വായുമണ്ഡലിക്ക് സൃഷ്ടി രചിത ഹേ, അല്ലെ, നിങ്ങൾ ഓരോ കുട്ടികളുടെയും ഓരോ ശ്രേഷ്ഠ ആത്മാവിന്റെയും ഓരോരോ ശുഭസങ്കല്പങ്ങൾ വായുമണ്ഡലത്തിന്റെ സൃഷ്ടി രചിക്കുന്നു. മനസ്സിലായോ? നമ്മുടെ ശുഭസങ്കല്പത്തിന്റെ ശക്തി എന്താണ്? അല്ലെ, നമ്മൾ ശ്രേഷ്ഠ ആത്മാക്കളുടെ ശുഭഭാവനയുടെ സങ്കല്പങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട്. നമ്മൾ ഓരോ കുട്ടികളുടെയും അല്ലെ ഓരോ ശ്രേഷ്ഠ ആത്മാവിന്റെയും ഓരോരോ ശുഭസങ്കല്പം വായുമണ്ഡലത്തിന്റെ സൃഷ്ടിയെ രചിക്കുന്നു. നമ്മുടെ ചുറ്റുള്ള വായുമണ്ഡലമാണ് സൃഷ്ടിക്കുന്നത് നമ്മുടെ ശുഭഭാവനകൾ. സങ്കല്പസെ സൃഷ്ടി കഹത്തെ ഹേ, സങ്കല്പത്തിലൂടെ സൃഷ്ടി എന്നാണ് പറയാറുള്ളത്. ये शुभ भावना का शुभ संकल्प चारों ओर के वातावरण अर्थात सृष्टि को बदल देता है. ഈ ശുഭഭാവനയുടെ ശുഭസങ്കല്പങ്ങൾ നാനാഭാഗത്തുമുള്ള അന്തരീക്ഷത്തെ സൃഷ്ടിയെ പരിവർത്തനം ചെയ്യുന്നു. അപ്പൊ ബാബ പറയാണ്, നമുക്ക് അല്ലെ ഈ ശുഭഭാവനയുടെ ശുഭസങ്കല്പങ്ങൾ നാനാഭാഗത്തുമുള്ള അന്തരീക്ഷത്തെ അഥവാ സൃഷ്ടിയെ പരിവർത്തനം ചെയ്യുന്നു. इसलिए आने वाली आत्मा को सब अच्छे से अच्छा अनुभव होता है. അതുകൊണ്ട് എന്താണ് അല്ലെ വരുന്ന ആത്മാവിന് എല്ലാം വളരെ നല്ലതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. കാരണം നിങ്ങളുടെ ശുഭസങ്കല്പങ്ങളിലൂടെ നിങ്ങൾ അന്തരീക്ഷത്തിനെ പരിവർത്തനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന ആത്മാവിന് എല്ലാം നല്ലതിലും നല്ലതാണെന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. വേറിട്ട ഒരു ലോകത്തിലേക്ക് താങ്കൾ എത്തിച്ചേർന്നിരിക്കുകയാണെന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. थोड़े समय के लिए आपके शुभ संकल्प की भावना के फल में वो समझते हैं कि न्यारा और प्यारा स्थान है. കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ആ ശുഭസങ്കല്പങ്ങളുടെ ഭാവനയുടെ ഫലമായിട്ട് ആ ആത്മാവിന് തോന്നും, അല്ലെ, നമ്മുടെ സെന്ററിലേക്ക് വന്നിരിക്കുകയാണ്. ആ ആത്മാവിന് തോന്നും ഇത് തികച്ചും വേറിട്ടിരിക്കുന്ന എന്നാൽ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥാനമാണ്. ഇത് മറ്റെല്ലാത്തിനും തികച്ചും വേറിട്ടതാണ്, എന്നാൽ വളരെ പ്രിയപ്പെട്ട സ്ഥാനമാണ്. അതായത് അവർക്ക് അല്ലെ ഇവിടെ ലോകത്തിൽ നിന്നും തികച്ചും വേറിട്ടിരിക്കുന്ന മറ്റൊരു ലോകത്തിന്റെ അനുഭവമായിരിക്കും അവർക്ക് ഇവിടെ വരുമ്പോൾ ലഭിക്കുന്നത്. അപ്പൊ അവർക്ക് അത്രയും നല്ലതിന് നല്ല അനുഭവം ഉണ്ടാകുന്നു. थोड़े समय के लिए आपके शुभ संकल्प की भावना के फल वो समझते हैं न्यारा और प्यारा स्थान है, न्यारे और प्यारे फरिश्ता आत्माए. അപ്പോ നിങ്ങളുടെ ശുഭഭാവനയുടെ ഫലത്തിൽ അവരെന്താ മനസ്സിലാക്കുന്നേ? ഇത് തികച്ചും വേറിട്ടിരിക്കുന്ന
എന്നാൽ വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു ആത്മാവിന് ആകർഷണം തോന്നുന്ന ഒരു സ്ഥാനമാണിത്, അല്ലെ? ഇവിടെ അതേപോലെ തികച്ചും വേറിട്ട, അല്ലെ, എന്നാൽ വളരെ, അല്ലെ, നമുക്ക് എന്താണ് അതുപോലെ പ്രിയപ്പെട്ട മാലാഖമാരായിട്ടുള്ള ആത്മാക്കളാണ് ഇവിടെ ഉള്ളത് എന്ന് തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാലല്ലേ, ബാബ പറയില്ലേ, നിങ്ങൾ ഭട്ടിയില് യൂണിഫോം ധരിക്കണം, അല്ലെ? അപ്പോ ഇതുപോലുള്ള സ്പെഷ്യൽ ഫംഗ്ഷനിൽ നമ്മൾ യൂണിഫോം ധരിക്കണം. അപ്പൊ യൂണിഫോമുകൾ ധരിച്ചിട്ടും കൂടി എല്ലാ കുട്ടികളും ഇവിടെ വന്നിരുന്നാലോ, ഈ അലൗകിക അന്തരീക്ഷത്തിന്റെ വ്യാപ്തി മറ്റുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഒന്നാമത് നിങ്ങളെല്ലാം തപസ്വികളാണ്, അല്ലെ? തപസ്വികൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വ്യക്തത്തിൽ നിന്ന് അവ്യക്തമായി മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ അവ്യക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ പിന്നെ വെള്ളവസ്ത്രം കൂടി ധരിച്ച് വന്നിരിക്കുമ്പോഴേക്കും ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും ഇവിടെ, ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. എപ്പോഴും വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചല്ലേ. ഞാൻ എപ്പോഴും കണ്ടിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ എല്ലാ കുട്ടികളും യൂണിഫോമിലെ ക്ലാസ്സിൽ വരും. അവര് ഡെയിലി ക്ലാസ്സിൽ യൂണിഫോമാണ് വരുന്നത്. അപ്പോ ആ ക്ലാസ് റൂമിന് ഒരു പ്രത്യേക അലൗകിക അന്തരീക്ഷം. നമ്മൾ ആ അന്തരീക്ഷം കണ്ടിട്ടില്ലല്ലോ. മധുബനിലുണ്ട്, പക്ഷെ ഒരുപാട് കുട്ടികൾ അല്ലാണ്ട് കുറച്ച് കുട്ടികൾ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഞാനൊരിക്കൽ അഹമ്മദാബാദിലെ സെന്ററിൽ പോയി മുരളി ക്ലാസ് എടുത്തിരുന്നു. അവിടുത്തെ അന്തരീക്ഷം ഭയങ്കര വൈബ്രേഷനാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആ വെള്ളവസ്ത്രോട് ഭയങ്കര അലൗകികതയാ അനുഭവപ്പെടുന്നത്. അപ്പൊ ബാബ പറയാണ്, അങ്ങനെ വലിയ വലിയ VIP ഇവിടെ വരുമ്പോ അവർക്ക് അനുഭവപ്പെടണം, ഈ സ്ഥാനവും തികച്ചും വേറിട്ടതാണ്. ഇവിടെയുള്ള മനുഷ്യരും സാധാരണ ലോകത്തിലെ ആൾക്കാരിൽ നിന്ന് തികച്ചും വേറിട്ടവരാണ് എന്ന്, വ്യത്യസ്തരാണെന്ന് അവർക്ക് അനുഭവപ്പെടണം, അല്ലെ? വ്യത്യസ്തരായ മാലാഖമാരായ ആത്മാക്കളാണ്. कैसे ആത്മാ हो लेकिन थोड़े समय के लिए ഉത്സാഹമേ ആജാത്തെ ഹോ. പ്രകാരമുള്ള ആത്മാക്കളാണെങ്കിലും, അല്ലെ, അവര് കുറച്ചു സമയത്തേക്ക് വളരെ ഉത്സാഹം നിറഞ്ഞവരാകും. അവര് ചിലപ്പോ കറപ്ഷൻ ഉള്ളവരായിരിക്കും, അഴിമതി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതുള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെ അവര് ലൗകികത്തിലോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ ഇവിടെ വരുമ്പോ ആ കുറച്ചു സമയത്തേക്ക് അവരുടെ ഉള്ളിൽ അത്രയും ഉത്സാഹം നിറയാണ്. സേവ അർത്ഥ ക്യാ ഹുവ, ഉത്സവ മനാന അർത്ഥാത് ഉത്സാഹമേ ലാന. സേവനത്തിന്റെ അർത്ഥം എന്താണ്? ഉത്സവം ആഘോഷിക്കുക, അല്ലെ? ഉന്മേഷ ഉത്സാഹത്തിന്റെ ഉത്സവം ആഘോഷിക്കുക. അപ്പൊ ഉത്സവം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഉത്സാഹം വർദ്ധിക്കണം, അവരുടെ കൗതുകം വർദ്ധിക്കണം, ജിജ്ഞാസ വർദ്ധിക്കണം, അവർക്ക് വളരെ തീവ്ര താല്പര്യം അനുഭവപ്പെടണം. അതേപോലെ അവരുടെ ഉള്ളിലെ ഉത്സാഹം കൊണ്ടുവരണം നമ്മള്. അടുത്ത ദിവസം ഓടി വരാൻ അവർക്ക് തോന്നണം, അല്ലെ? അത്രയ്ക്കും ഉത്സാഹം നിറയ്ക്കണം. അതാണ് ഉത്സവം ആഘോഷിക്കുക, അതാണ് സേവനം. कोई भी चाहे स्थूल कर्म करते हो, चाहे वाणी द्वारा, चाहे संकल्प, हर बोल उत्सव है. ബാബ പറയാണ്, നമ്മൾ സ്ഥൂലമായ കർമ്മണ സേവ ചെയ്യുകയാണെങ്കിലും, വാചാ സേവ നമ്മൾ ചെയ്യുകയാണെങ്കിലും, അഥവാ സങ്കല്പത്തിലൂടെ മനസ്സിലൂടെ നമ്മൾ സേവ ചെയ്യുകയാണെങ്കിലും, അല്ലെ? ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങളുടെ ഓരോ വാക്കുകളും ഉത്സവമായിരിക്കണം, അല്ലെ? നിങ്ങളുടെ ആ ഓരോ സേവനവും, കർമ്മണ സേവനാണെങ്കിലും വാചാ സേവനാണെങ്കിലും മനസ്സിലൂടെയുള്ള സേവനാണെങ്കിലും, അല്ലെ, നിങ്ങളുടെ ഓരോ വാക്കും ഓരോ സങ്കല്പവും ഓരോ കർമ്മവും ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സാഹം നിറയ്ക്കുന്നതായിരിക്കണം. ഉത്സവത്തിന് എന്താണ്, നമുക്ക് ഭയങ്കര ഉത്സാഹം, അല്ലെ? ഓടി നടന്ന് ഭയങ്കര ചുറുചുറുക്കെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും നമ്മൾ എല്ലാ കാര്യം ചെയ്തു, അല്ലേ? എന്നിട്ട് എന്താണ്, എവിടെയാണോ ഏത് ക്ഷേത്രത്തിലാണോ ഉത്സവം ഉള്ളത് അവിടെ പോയിട്ട് നമ്മള്, അല്ലെ, അവിടെ പോവാനും അവിടുത്തെ ഉത്സവം കാണാനും ഒക്കെ നമുക്ക് എന്തൊരു ഉന്മേഷം, ഉത്സാഹമാണ്, അല്ലെ? എല്ലാ ബന്ധുക്കളെയും വിളിക്കും. ദേവിബായി കണ്ടേ വന്നിരിക്കും. അപ്പോ ബാബ പറയാണ്, അങ്ങനെ അത്രയും ഉത്സവം, അല്ലെ, ഉത്സാഹം. तो उत्साह दिलाते हो, इस स्मृति से कभी भी थकावट नहीं होगी, बोझ नहीं लगेगा. അപ്പൊ ബാബ പറയാണ്, അത്രയും നമ്മള് സ്വയം ഉത്സാഹത്തിലിരിക്കുന്നു, മറ്റുള്ളവർക്ക് ഉത്സാഹം കൊടുക്കുന്നു, അല്ലെ? ബാബ പറയാണ്, ഈ സ്മൃതിയിലൂടെ ഒരിക്കലും നമുക്ക് തളർച്ച ഉണ്ടാവില്ല, നമുക്ക് ഒരിക്കലും ഭാരം ഉണ്ടാവില്ല. നമ്മൾ എല്ലാ കാര്യവും ഉത്സാഹത്തോടുകൂടി ചെയ്യണമെങ്കിൽ നമ്മൾ തളരുമോ? അല്ലേ? അപ്പൊ നമ്മള് എന്താണ്, പകല് പൂരം കാണാൻ പോവും, രാത്രി പോവും, അല്ലെ? എന്താണ് അതിന്റെ ഇടയ്ക്ക് വീട്ടിലുള്ള ഗസ്റ്റിനെ നോക്കും, എന്നിട്ടൊന്നും നമ്മൾ തളരുന്നില്ല.
കാരണം എന്താണ്? ഉത്സാഹം. അവരുടെ സേവനം എന്ന് പറഞ്ഞാൽ ഉത്സാഹമാണ്. ഉത്സാഹത്തോടു കൂടി ചെയ്യണം. അപ്പൊ ഒരിക്കലും നമുക്ക് ക്ഷീണം അനുഭവപ്പെടില്ല, ഭാരം ചുമട് അനുഭവപ്പെടില്ല. മാതാ ഭാര്യനഹി ഹോഗി, അല്ലെ? നമ്മുടെ തലയ്ക്ക് ഭാരം അനുഭവപ്പെടില്ല. ദിൽഷിഗിസ്തനഹി ഹോങ്കെ, ഹൃദയ നൈരാശ്യം ബാധിച്ചവരായിട്ട് മാറില്ല, അല്ലെ? അപ്പൊ ബാബ പറയാണ് ശിരസിന് അത്രയും ഭാരം അനുഭവപ്പെടില്ല, അല്ലെ? ഹൃദയ നൈരാശ്യം ബാധിച്ചവരായിട്ട് മാറില്ല, അല്ലെ? ചുമടിന്റെ ഭാരം അനുഭവപ്പെടില്ല, തളർച്ച അനുഭവപ്പെടില്ല. ഉത്സവമാകണം, അല്ലെ? കർമ്മണ ഉത്സവമായിരിക്കണം, വാചാസേവന ഉത്സവമായിരിക്കണം, അല്ലെ? മനസാസേവന ഉത്സവമായിരിക്കണം, എല്ലാം ഉത്സവമായിരിക്കണം. അപ്പൊ നമ്മൾ തളരുന്നില്ല. तो जब किसको थकावट होती है, दिलचुस्त सुस्त होती है, तो दुनिया में क्या करते हैं? അല്ലെ? എപ്പോഴെങ്കിലും നമുക്ക് ക്ഷീണം അനുഭവപ്പെടുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ ഉന്മേഷം ഉത്സാഹം അല്ലെ ഇല്ല, നമ്മൾ ഹൃദയത്തില് ഉള്ളില് നമ്മൾ മടി പിടിച്ചിരിക്കുകയാണ്, നമ്മൾ തളർന്നിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ലോകരെന്താ ചെയ്യാ? നമ്മളെ എങ്ങനെയാണെങ്കിൽ ലോകരെന്ത് ചെയ്യും? നമ്മളെങ്ങനെയായിരിക്കണം കുട്ടികള്? എപ്പോഴും ഉന്മേഷം ഉത്സാഹം നിറഞ്ഞവരായിരിക്കും, അല്ലെ? ഉന്മേഷം ഉത്സാഹം സന്തോഷം, അല്ലെ? ഒക്കെ നിറഞ്ഞവരായിരിക്കണം നമ്മള്. അപ്പൊ ബാബ പറയണ തളർന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിൽ മടി പിടിച്ചവരായിട്ട് മാറുകയാണ്. അപ്പൊ പിന്നെ ലോകരെ എന്ത് ചെയ്യും? കൊയിന കൊയ് മനോരഞ്ജനക്ക് സ്ഥാൻ പർ ചലേ ജാത്തെ ഹേ. ലോകരെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യരെ എങ്ങനെയാന്ന് വെച്ചാല് അവര് തളർന്നു പോകുമ്പോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹൃദയനൈരാശ്യം ബാധിക്കുമ്പോ, അല്ലെ അവരിൽ എന്തെങ്കിലും ചുമതലകളുടെ ഭാരത്തില് ടെൻഷൻ വരുമ്പോ അവരെന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പിക്നിക് പ്ലേസുകൾ കാണാൻ പോകും, അല്ലെ? അവര് നല്ല ഏതെങ്കിലുമൊക്കെ പിക്നിക് പ്ലേസുകൾ കാണാൻ. कहते हैं आज माता बहुत भारी है, इसलिए थोड़ा मनोरंजन चाहिए. എന്നിട്ട് എന്ത് പറയും? ഇന്ന് ഇത്തിരി ഭാരം കൂടുതലാണ്, അതുകൊണ്ട് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണം, അല്ലെ? ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാകുന്നു, അല്ലെ? ജോലി ഭാരം. അപ്പൊ എന്താണ്? ഒന്ന് മനസ്സ് റിലാക്സ്ഡ് ആകണം, അതുകൊണ്ട് എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാൻ പോകണം. ഉത്സവക്ക അർത്ഥ ഹി ഹോത്ത ഹി മൗജ് മനാന. ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആനന്ദം ആഘോഷിക്കുക, അതാണ് ഉത്സവം. കാവോ പിയോ മൗജ് കരോ. കാരണം നമ്മൾ ഉത്സവത്തിന് എന്താ ചെയ്യാ? പഴയ വീട്ടിൽ പറഞ്ഞു വരുമ്പോ എന്താ ചെയ്യാ? ഉത്സവത്തിന് എന്ത് ചെയ്യും? നമ്മൾ നല്ല നല്ല ആഹാരം ഉണ്ടാക്കും, ഇതുണ്ടാക്കും, ബന്ധുക്കളെ വിളിക്കും, അല്ലെ? കഴിക്കുക, കുടിക്കുക, ഉത്സവത്തിന് പോവുക, ഉത്സവം കാണുക, അല്ലെ? സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കുക, ഇതൊക്കെയാണ്. ജ്യൂസ് കുടിക്കുക, അല്ലെ? വെള്ളം അടിക്കുക, അല്ലേ? അതുകൊണ്ട് അത് ഭായിമാരുടെ ആഘോഷം. ബ്രാഹ്മണോക്ക ഹർ ഗടി ഉത്സവേ. ബാബ പറയാണ് ബ്രാഹ്മണരുടെ ഓരോ നിമിഷവും ഉത്സവമാണ്. അതുപോലെ ബ്രാഹ്മണ കുട്ടികൾക്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം? ബ്രാഹ്മണ കുട്ടികള് നല്ല ചുറുചുറുക്കും ഉന്മേഷവും ഉത്സാഹവും, അല്ലെ? സന്തോഷം. ബ്രാഹ്മണ കുട്ടികൾക്ക് എപ്പോഴും ഉത്സവമാണ്, ഓരോ നിമിഷവും ഉത്സവം. ഹർ കർമ്മഹി ഉത്സവേ. ബ്രാഹ്മണ കുട്ടികളുടെ ഓരോ കർമ്മവും ഉത്സവമാണ്. ഉത്സവ മനാനമേ തക്കാവട്ട് ഹോത്തി ഹെ ക്യാ. ഉത്സവം ആഘോഷിക്കുമ്പോ ആരെങ്കിലും ക്ഷീണിക്കുവോ? അല്ലേ? യഹാ മധുബൻ മേ ജബ് മനോരഞ്ജൻ കാ പ്രോഗ്രാം കർത്തെ ഹോ വെൽ 11 ബജെ ജാത്തെ തോ ഭി ബൈഠെ രഹത്തെ ഹോ. ബാബ പറയാണ് മധുബനില് നമ്മള് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ വിനോദം ആഘോഷിക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബാബ പറയാണ് ബൽ 11 ബജെ മധുബൻ മേ ജബ് മനോരഞ്ജൻ കാ പ്രോഗ്രാം കർത്തെ ഹോ ബൽ 11 ബജെ ജാത്തെ ഹോ തോ ഭി ബൈഠെ രഹത്തെ ഹെ. അല്ലെ? ബാബ പറയാണ് ഈ ചിലപ്പോ സന്ധ്യക്കൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ കൾച്ചറൽ പ്രോഗ്രാം, ഭയങ്കര പ്രോഗ്രാംസ് ഒക്കെ. അത് രാത്രി 11 മണിയായാലും ആരും പോവാണ്ട് അവിടെ തന്നെ ഇരിക്കും, അല്ലെ? ഇടയിൽ പോയിട്ട് ആഹാരം കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആരും 11 മണിയായാലും ആരും പോവില്ല, എല്ലാവരും ഹാളിൽ നിന്നിരിക്കും. ക്ലാസ് മേ 11 ബജെ ജായേ തോ ആധാ ക്ലാസ് ചല ജാത്താ ഹെ. പക്ഷേ ക്ലാസ്സില് രാത്രി 9 to 10 വരെ ക്ലാസ് ഉണ്ട്, അല്ലെ? അതിലെത്ര പേരുണ്ടാവും? പകുതി പേര് കാണില്ലെന്ന്. പക്ഷെ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാം ആണെങ്കിൽ 11 മണിയായാലും പിള്ളേർക്ക് റൂമിലേക്ക് പോകണ്ട. അതാണ് ഉന്മേഷ ഉത്സാഹം, അല്ലെ? ഉത്സവം എന്ന് പറയുമ്പോൾ ഉന്മേഷ ഉത്സാഹം എന്ന് പറയുന്നത് അതാണ്.
മനോരഞ്ജൻ അച്ഛ ലഗ്താ ഹൈ നാ. കാരണം എന്താണ്, ക്ലാസ് കേട്ടോണ്ടിരിക്കാൻ നമുക്ക് അത്ര താല്പര്യമില്ല അല്ലേ? മാക്സിമം 10 മണി വരെ, അത് കഴിഞ്ഞ് നമ്മൾ ഇരിക്കില്ല. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് ആണ്, നാടകമാണ് അല്ലെ, ഇതാണ് പണ്ട് അമ്പലപ്പറമ്പില് അല്ലെ പായം വിരിച്ചോണ്ടിരിക്കാറില്ലേ, അവര് രാത്രി മുഴുവൻ ഇരിക്കാറില്ലേ? നാടകവും ബാല്യവും ഒക്കെ കണ്ടോണ്ടിരിക്കും. അപ്പൊ പറയാണ്, ആ സേവനത്തിന്റെ അല്ലെങ്കിൽ ആ ഉത്സവത്തിന്റെ ഉത്സാഹം ഉണ്ടെങ്കിലേ സമയം എത്ര ആയാലും പ്രശ്നമില്ല. സ്വയം ഉത്സാഹം വരകോ സേവ ഉത്സാഹസേ കരോ. അപ്പൊ ബാബ പറയാണ്, അതാണ് വിനോദം, എന്റർടൈൻമെന്റ്. വിനോദമായിട്ട് നമ്മൾ കാണുമ്പോ എല്ലാം നമുക്ക് അവിടെ പ്രശ്നമല്ല അല്ലേ? പകരം അപ്പൊ വിനോദമാണെങ്കിൽ നമ്മൾ 12 മണി വരെ ഇരിക്കാം അല്ലെ, നാടകം ബാല്യം കണ്ടിരിക്കാം. പക്ഷേ സേവയാണെങ്കിലോ, അയ്യോ മണി 10 അയ്യോ മണി 9 അല്ലേ? സേവയാണെങ്കിലോ നമുക്ക് നേരത്തെ ഉറങ്ങണം. വേറെ വല്ല കാഴ്ചകളും കണ്ടോണ്ടിരിക്കുകയാണെങ്കിലോ നമുക്ക് 12 മണിയായാലും ഉറങ്ങണ്ട. അതാണ് വ്യത്യാസം. तो क्लास में 11 बजे जाए तो आधा क्लास चला जाता है. तो मनोरंजन अच्छा लगता है. सेवा भी उत्सव है. അതേപോലെ ബാബയുടെ സേവനവും ഉത്സവമാണ്. ഈ വിധിസെ സേവ കരയോ അല്ലെ? അതുകൊണ്ട് സേവ എങ്ങനെ ചെയ്യേണ്ടത്? ഉത്സവമായിട്ടാ ചെയ്യേണ്ടത്. അതാണ് വിധി സേവനത്തിന്റെ. ഉന്മേഷ ഉത്സാഹത്തോടെ ചെയ്യണം. मनोरंजन अच्छा लगता है, सेवा भी उत्सव है, विधि से सेवा करो. स्वयं भी उत्साह में रहो, सेवा भी उत्साह से करो. സ്വയം ഉത്സാഹത്തിൽ ഇരിക്കൂ, സേവനം ഉത്സാഹത്തോടു കൂടി ചെയ്യൂ. और ആത്മാവും में भी उत्साह लाओ तो क्या होगा. അപ്പൊ സ്വയം ഉത്സാഹത്തിൽ ഇരിക്കണം, സേവനം വളരെ ഉന്മേഷ ഉത്സാഹത്തോടെ ചെയ്യണം, ആത്മാക്കളിലും ഉത്സാഹം നിറയ്ക്കും അല്ലേ? അപ്പൊ എന്താകും? जो भी सेवा करेंगे उस द्वारा अन्य ആത്മാവും का उत्साह बढ़ता रहेगा. അപ്പൊ നിങ്ങൾ എന്ത് സേവ ചെയ്താലും അതിലൂടെ മറ്റു ആത്മാക്കളുടെ ഉത്സാഹ ഉന്മേഷം വർദ്ധിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ഞാൻ ഉന്മേഷ ഉത്സാഹത്തോടെ നൽകുന്നു എങ്കിൽ അവരുടെ ഉള്ളിൽ ഉന്മേഷ ഉത്സാഹം നിറയാണ് അല്ലെ? അതേപോലെ നമ്മൾ ഏത് സേവ ചെയ്യണമെങ്കിലും ഉന്മേഷ ഉത്സാഹത്തോടെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും ആ ഉന്മേഷ ഉത്സാഹം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മറ്റു ആത്മാക്കളുടെ ഉള്ളിലെ ഉന്മേഷ ഉത്സാഹത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഏസാ ഉത്സാഹേ, അത്ര ഉത്സാഹം ഉണ്ടോ കുട്ടികൾക്ക്? അത്ര ഉന്മേഷ ഉത്സാഹം ഉണ്ടോ? जो भी सेवा करेंगे उस द्वारा अन्य ആത്മാവും का उत्साह बढ़ता रहेगा. കുട്ടികൾ ഏത് സേവ ചെയ്താലും മറ്റു ആത്മാക്കളുടെ ഉള്ളില് ഉന്മേഷ ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. तो सिर्फ मधुबन तक है, वहां जाने से फिर സർക്കംസ്റ്റൻസസ് दिखाई देंगे അല്ലെ? അപ്പൊ കുട്ടികളുടെ ഉത്സാഹം മധുബൻ വരെയേ ഉള്ളൂ. മധുബനിലേക്ക് പോയി കഴിയുമ്പോ അല്ലെ, പോയിട്ട് വന്നു കഴിയുമ്പോ സർക്കംസ്റ്റൻസസ് ദിക്കായി देंगे, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങള്, സങ്കീർണമായ സാഹചര്യങ്ങളൊക്കെ കാണൂ. ഉത്സാഹ ऐसी चीज से उसके आगे പരിസ്ഥിതി कुछ भी नहीं. നമ്മുടെ ഉള്ളിൽ ഉന്മേഷ ഉത്സാഹം ഉണ്ടെങ്കിൽ ബാബ പറയാണ്, പരിതസ്ഥിതികൾ ഒന്നും തന്നെയല്ല. നമ്മളിൽ അത്രയും ഉന്മേഷ ഉത്സാഹം ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന പരിതസ്ഥിതികള് ഒന്നുമല്ല. ഉത്സാഹത്തിന്റെ ഉന്മേഷത്തിന്റെ മുന്നിൽ ഒന്നും തന്നെയല്ല. ജബ് ഉത്സാഹ കം ഹോ ജാതാ ഹൈ തോ പരിസ്ഥിതി വാർ കർത്തി ഹൈ. നമ്മുടെ ഉള്ളിലെ ഉന്മേഷ ഉത്സാഹം കുറയുമ്പോഴാണ് പരിതസ്ഥിതികൾ നമ്മുടെ കൂടെ യുദ്ധത്തിന് വരുന്നത്. तो जब उत्साह कम हो जाता है तब परिस्थिति वार करती है. उत्साह है तो परिस्थिति वार नहीं करेंगे. കുട്ടികളുടെ ഉള്ളിൽ ഉന്മേഷ ഉത്സാഹം നിറച്ചിരിക്കുകയാണെങ്കിൽ ബാബ പറയാണ്, പരിതസ്ഥിതികൾ നിങ്ങളുടെ അടുത്ത് യുദ്ധത്തിന് വരില്ല. तो आपके ऊपर बलिहार हो जाएगी, നിങ്ങളിൽ ബലിയാകും. आज उत्सव मनाने आए हो, ശിവജയന്തി को उत्सव कहते हैं അല്ലെ? നമ്മൾ ഇന്ന് ഉത്സവം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. ശിവജയന്തി ഉത്സവമാണ്. ഉത്സവം മനാനെ നഹി ആയേഹോ, ഹർ ഗഡി ഉത്സവ് ഹേ. നമ്മൾ ഉത്സവം ആഘോഷിക്കാനല്ല, നമ്മുടെ സംഗമയുഗത്തിലെ ബ്രാഹ്മണ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഉത്സാഹമാണ്, ഉന്മേഷമാണ്. തോ യേ അണ്ടർലൈൻ കർണേ ആയേഹോ. അതുകൊണ്ട് നമ്മളുടെ ഓരോ നിമിഷവും ഉത്സവമാണെന്ന് അണ്ടർലൈൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. താക്കത് ഭി നാ ഹോ, മന ശരീർ മേ ശക്തി നഹി ഹേ.
तो धन की शक्ति की कमी के कारण मन में फील होता है ये हो नहीं सकता. അല്ലെ ബാബ പറയാണ് അല്ലെ ചില ശക്തി ഇല്ലെങ്കിലോ, ശരീരത്തിന് ശക്തി ഇല്ലെങ്കിലോ, ധനത്തിന്റെ ശക്തിയുടെ കുറവുണ്ടെങ്കിലോ എന്ത് തോന്നും? ശരീരത്തിന് ശക്തി ഇല്ല, പിന്നെ മനസ്സിന്റെ അല്ലെ ധനത്തിന്റെ ശക്തിയിൽ കുറവ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് ഫീലിങ്സ് ഉണ്ടാകുക? ഓ ഇത് നടക്കില്ല, ഇത് പറ്റില്ല, ഇത് സംഭവിക്കില്ല, അല്ലെ ചെയ്യാൻ പറ്റില്ല. तो उत्साह ऐसी चीज है आप में अगर उत्साह है तो दूसरे भी उत्साह में आगे बढ़ करके आपके सहयोगी बन जाएंगे. ബാബ പറയാണ് ഉത്സാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്തുവാണ് അല്ലെ. നിങ്ങളിൽ ഉത്സാഹം ഉണ്ടെങ്കിൽ അല്ലെ മറ്റുള്ളവരെയും ഉത്സാഹം കൊടുത്ത് മറ്റുള്ളവരിൽ ഉത്സാഹം നിറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അവര് നിങ്ങളുടെ സഹയോഗികളായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഉത്സാഹം നമ്മളിൽ ഉണ്ടെങ്കിലോ, ഇപ്പൊ ബാബ പറയാണ് നോക്ക്, നമ്മുടെ ശരീരത്തിന് ശക്തി കുറവാണെങ്കിലും ധനത്തിന്റെ ശക്തി കുറവാണെങ്കിലും അല്ലെ നമ്മുടെ മനസ്സിൽ ഇതൊന്നും ഫീൽ ചെയ്യരുത്. ബാബ പറയാണ് നമ്മുടെ അടുത്ത് എന്ത് വേണം? എപ്പോഴും നമ്മുടെ ചുറുചുറുക്കായിരിക്കണം, നമ്മളെപ്പോഴും ഉത്സാഹം നിറഞ്ഞവരായിരിക്കണം. ഉത്സാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്തുവാണ് അല്ലെ. നമ്മുടെ ഉള്ളിൽ ഉത്സാഹം ഉണ്ടെങ്കിൽ അല്ലെ മറ്റുള്ളവരെയും ഉത്സാഹത്തിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഉത്സാഹത്തിൽ അവരെ മുന്നോട്ട് നയിക്കുമ്പോൾ അവർ സഹയോഗികളായിട്ട് മാറുന്നു. ധനിക്ക് കമി ഭി ഹോഗി കഹാന കഹാസെ ധൻ കോ ഭി ഉത്സാഹ കീഞ്ചിക്കർ ലായേഗ. അഥവാ നിങ്ങൾക്ക് ധനം കുറവുണ്ടോ? ബാബ പറയുന്നത് നിങ്ങൾ ഉത്സാഹത്തിൽ ഇരിക്കൂ. നിങ്ങളുടെ ഉത്സാഹം എവിടെ നിന്നെങ്കിലൊക്കെ ധനത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ബാബ എന്താ പറയുന്നത്? നിങ്ങൾ ഉത്സാഹത്തില് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് ശക്തി കുറവ് അനുഭവപ്പെട്ടാലും ധനത്തിന്റെ ശക്തിയുടെ കുറവ് അനുഭവപ്പെട്ടാലും നിങ്ങൾ ഉത്സാഹത്തിലിരിക്കണം. നിങ്ങളിലെ ഉത്സാഹമാണ് ആരോഗ്യം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉത്സാഹം ഉണ്ടെങ്കിൽ ആരോഗ്യം വരും നിങ്ങളുടെ അടുക്കിലേക്ക് അല്ലെ. അതുപോലെ ധനം നിങ്ങളുടെ അരികിലേക്ക് വരും. നിങ്ങളുടെ ഉത്സാഹം ധനത്തിനെ വലിച്ചുകൊണ്ട് വരുന്നു ബാബ പറഞ്ഞു എവിടെന്നെങ്കിലും. उत्साह ऐसा चुंबक है जो धन को भी खींच कर लाएगा. जैसा भक्ति में कहते हैं अनुभूति है, जैसे भक्ति में कहते हैं ना हिम्मत उत्साह धूल को भी धन बना देते हैं. അല്ലെ പറയുന്നുണ്ട്, ഭക്തിയിൽ പോലും പറയാറുണ്ട് അല്ലെ. ഉത്സാഹം എന്ന് പറയുന്നത് അഥവാ ഉത്സാഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ധൈര്യവും ഉത്സാഹവും എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു വസ്തുവാണ്. മണ്ണിനെ പോലും അത് ധനമാക്കി മാറ്റും, സമ്പത്താക്കി മാറ്റും. അപ്പൊ നമ്മളെപ്പോഴും ചുറുചുറുക്കം ഉത്സാഹം ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവ പറയാണ് അത് മണ്ണിനെ പോലും എന്താക്കി മാറ്റും? സമ്പത്താക്കി മാറ്റും. ഇതിനാ പരിവർത്തന ഹുജത്ത അല്ലെ. മണ്ണ് എന്താകും? കറൻസി നോട്ടാവും. ബാബ പറയാണ് അത്രയും പരിവർത്തനം വരും. ഉത്സാഹ ऐसी अनुभूति है जो किसी को भी आत्मा की कमजोरी के संस्कार का प्रभाव नहीं पड़ सकता. ഉത്സാഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അനുഭൂതിയാണ്. ഒരു ആത്മാവിന്റെയും ദൗർബല്യത്തിന്റെ സംസ്കാരം നമ്മളെ സ്വാധീനിക്കപ്പെടില്ല. മറ്റു ആത്മാക്കളുടെ ദൗർബല്യങ്ങളുടെ സംസ്കാരങ്ങൾ നമ്മളെ ബാധിക്കില്ല. जो ख्याल ख्वाब में नहीं होगा वो सहज साकार हो जाएगा. എന്താണോ നമ്മുടെ സങ്കല്പത്തിലോ സ്വപ്നത്തിലോ ഇല്ലാത്തത് അല്ലെ, അത് അങ്ങനെ സാധിക്കും, അങ്ങനെ സംഭവിക്കും, എനിക്കത് കഴിയും എന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല, സ്വപ്നം കാണാൻ കഴിയുന്നില്ല, അതുപോലെ യാഥാർത്ഥ്യമാകും അല്ലെ. പല കാര്യങ്ങളും നമ്മൾ സ്വപ്നം കാണാൻ ഭയപ്പെടും, അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്നില്ല, കാരണം നടക്കില്ലെന്ന് നമുക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അവർ അതുപോലെ സംഭവ്യമാകും. പിന്നെന്താണ് അല്ലെ, മറ്റു ആത്മാക്കളുടെ ദൗർബല്യങ്ങളുടെ സംസ്കാരം നമ്മളെ പ്രഭാവം ചെലുത്തില്ല. നമ്മളുടെ പ്രഭാവം അവർക്ക് ലഭിക്കും, അവർക്ക് നമ്മളുടെ പ്രഭാവം ഉണ്ടാവും, പക്ഷെ അവരുടെ പ്രഭാവത്തിലേക്ക് നമ്മൾ ഒരിക്കലും വരില്ല. അവരുടെ പ്രഭാവത്തിന് നമ്മൾ സ്വാധീനം ചെലുത്താൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും ഇല്ലാത്ത, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യം യാഥാർത്ഥ്യമാകും. സഭി സേവാദാരികൾക്കോ ഗ്യാരണ്ടിക്ക വരദാനം. എല്ലാ സേവാദാരികൾക്കും വേണ്ടി ബാബയുടെ ഗ്യാരണ്ടിയുടെ വരദാനമാണിത് അല്ലെ. അവിടെ സേവാദാരികൾ എങ്ങനെയായിരിക്കണം? ഉന്മേഷം, ഉത്സാഹം, ചുറുചുറുക്കോടുകൂടി ഇരിക്കണം.
മറ്റുള്ളവർക്കും അത് നേടിക്കൊടുക്കണം. तो ये बाप दादा सभी सेवादारियों को गारंटी का वरदान है, समझा? बाप दादा खुश है, अच्छी लगन से सेवा के प्लान्स बना रहे हो. അല്ലെ, ബാപ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. എത്ര നല്ല ലഹരിയോടുകൂടിയാണ് കുട്ടികൾ സേവനത്തിന്റെ പ്ലാനുകൾ നിർമ്മിക്കുന്നത്. സംസ്കാരമൊക്കെ മിലാന അർത്ഥാത് സമ്പൂർണതാക്കോ സമീപിലാന. സംസ്കാരങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകുക. സംസ്കാരങ്ങളെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സമ്പൂർണതയുടെ സമീപത്തേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. സംസ്കാരങ്ങളെ, എല്ലാ സംസ്കാരങ്ങളോടും നമ്മളെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സമ്പൂർണതയെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതാണ്. സമയക്കോ സമീപിലാണ്, സമയത്തിനെ നമ്മൾ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്, സമ്പൂർണതയെ നമ്മൾ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. ബാപ്ദാദ ദേഖ് രഹേ ഹേ സംസ്കാർ മിലൻ കി രാസ് അച്ചി കർ രഹേ ഥേ. ബാപ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, സംസ്കാര മിലനത്തിന്റെ നൃത്തം നല്ല പോലെ ചെയ്യുന്നുണ്ട്. അച്ചി ഖുഷ്ബു ആ രഹി ഥി, നല്ല സുഗന്ധം വരുന്നുണ്ടായിരുന്നു. സംസ്കാര മിലനത്തിന്റെ ആ നൃത്തം നല്ല പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. സദാ കേസരേന, അപ്പൊ നമ്മൾ സദാ എങ്ങനെ ജീവിക്കേണ്ടത്? അല്ലെ, സദാ നമ്മൾ എങ്ങനെ ജീവിക്കണം? ലൈലാസ്റ്റർ, സദാ നമ്മൾ എങ്ങനെ ജീവിക്കണ്ടേ? നാഗരാജ്, ഉന്മേഷ ഉത്സാഹം, അല്ലെ, ഉന്മേഷ ഉത്സാഹം നിറച്ച്, അല്ലെ, സംഗമത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഉത്സവമായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ ബാബ പറയാണ്, നമ്മൾ മറ്റു സംസ്കാരങ്ങളോട്, ഏത് സംസ്കാരങ്ങൾ, എത്ര കഠോരമായ സംസ്കാരങ്ങളോടും നമ്മളെ യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് ബാബയുടെ സമ്പൂർണതയുടെ സമീപത്തേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സമയത്തിനെ സമീപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബാപ്ദാദ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, സംസ്കാര മിലനത്തിന്റെ നൃത്തം കുട്ടികൾ നല്ലപോലെ ചെയ്യുന്നുണ്ട്, നല്ല സുഗന്ധം വരുന്നുണ്ട്. സദാ കേസരേന, സദാ സംസ്കാര മിലനത്തിൽ കുട്ടികൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഉത്സവം മനാന ഉത്സാഹമേരേന, ഉത്സവം ആഘോഷിക്കുക, അല്ലെ, ഉത്സാഹത്തിൽ ജീവിക്കുക. ഉദിനാ കർ സക്കോത്തോ ദൂസരോ ഉത്സാഹ ദിലാവോ. സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മൾ ഉത്സാഹം ഉണർത്തി കൊടുക്കണം. ദൂസരോക്കെ ഉത്സാഹ ആപ്കോ ഭി ഉത്സാഹമേ ലായേഗ. മറ്റുള്ളവരുടെ ഉത്സാഹം നിങ്ങളിലും ഉത്സാഹം കൊണ്ടുവരും. മറ്റുള്ളവർക്ക് നമ്മൾ ഉത്സാഹം കൊടുക്കുമ്പോൾ അവര് നല്ല ഉത്സാഹമുള്ളവരാകും, നമ്മളിലും വേണ്ടി ഉത്സാഹം നിറയും. നിമിത്ത ബനേ ഹുയേ ബഡേ യഹി കാം കർത്തേ ഹേ. നിമിത്തമായിരിക്കുന്ന മുതിർന്നവര് ഈ കാര്യമാണ് ചെയ്യുന്നത്. ദൂസരോക്കോ ഉത്സാഹ ദിലാന അർത്ഥാത് സ്വയം ഭി ഉത്സാഹമേ ലാന. മറ്റുള്ളവരില് ഉത്സാഹം ഉണർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വയത്തെ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ്. കവി ബൈ ചാൻസ് 14 അണ സത്യ 14 അണ उत्साह हो तो दूसरों को 16 अना उत्साह दिलाओ तो आपको भी 2 अना उत्साह बढ़ जाएगा. ബാബ പറയാണ്, അല്ലേ, നിങ്ങളുടെ അടുക്കല് ബൈ ചാൻസ് 14 അണ ഉത്സാഹമാണ് ഉള്ളത്. ബൈ ചാൻസ് നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത്? 14 അണ ഉന്മേഷ ഉത്സാഹം. മറ്റുള്ളവർക്ക് നിങ്ങൾ എങ്ങനെ കൊടുക്കേണ്ടത്? മറ്റുള്ളവർക്ക് നമ്മൾ 16 അണ ഉന്മേഷ ഉത്സാഹം കൊടുക്കണം. മനസ്സിലായ? നമ്മുടെ അടുത്ത് 14 ഉള്ളെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? 14 നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ 16 കൊടുക്കണം ഉന്മേഷ ഉത്സാഹം. ആപ്കെ 2 അണ ഉത്സാഹം പഠി ജായേഗ. അപ്പോ നമ്മൾ കുട്ടികൾക്ക് 2 അണ കൂടി എന്താവും? ഉന്മേഷ ഉത്സാഹം വർദ്ധിക്കും. ബ്രഹ്മ ബാബ് की विशेषता क्या है? क्या रही? कोयले उठाने होंगे तो भी उत्साह से उठाएंगे. ബ്രഹ്മബാബയുടെ വിശേഷത എന്തായിരുന്നു? കൽക്കരിയാണ് എടുക്കേണ്ടത്, കൽക്കരി എടുത്ത് ചുമക്കണം. എന്ത് പണിയാണെങ്കിലും വളരെ ഉന്മേഷ ഉത്സാഹത്തോടെ ചെയ്യും. അതേപോലെ നമ്മളും ബാബയുടെ സേവ എപ്പോഴും എല്ലാ സമയത്തും ഉന്മേഷ ഉത്സാഹത്തോടെ ചെയ്യണം. मनोरंजन करेंगे कोयले के 35 वर्गन्स आने थे. तो बाप दादा मुरली में कोयले की बात कर रहे थे. थोड़े समय के बाद समाचार मिला कि अबू रोड में कोयले की വേഗൻസ് പहुंच गई है. അപ്പൊ ബാബ പറയാണ്, ബാബ ഇപ്പൊ പറയാ കൽക്കരിയുടെ കാര്യം പറയായിരുന്നു.
കൽക്കരി നമ്മൾ എടുത്തുകൊണ്ട് പോണ്ടി വന്നാലും നമുക്ക് സന്തോഷം, ഉന്മേഷ ഉത്സാഹത്തോടുകൂടിയാണ് എടുക്കാൻ. ചെയ്തൊരു സേവയും നമ്മൾ ഉന്മേഷ ഉത്സാഹത്തിലേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെ? നമുക്ക് എന്തായാലും അതൊരു എന്റർടൈൻമെന്റ് ആകണം. ഇപ്പൊ ഗുൽസർദാദയൊക്കെ പറയും, പണ്ട് അവിടെ യജ്ഞത്തിൽ സേവ ചെയ്യുമ്പോ എന്താണ് പാട്ട് പാടിക്കൊണ്ട് സേവ ചെയ്യും. തൂക്കായിരിക്കും, തുടക്കായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ, കഠിനാധ്വാനമുള്ള ജോലികൾ ചെയ്യുമ്പോൾ പോലും വളരെ പാട്ടൊക്കെ പാടി, അല്ലേ? അല്ലെങ്കിൽ പാട്ട് ഇടും, റെക്കോർഡ് ഇട്ടിട്ട് പാട്ടിട്ടിട്ട് പാട്ടും കേട്ടുകൊണ്ട് ചെയ്യും, അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് ചെയ്യും. അപ്പൊ അത് കണ്ടിട്ട് വരുന്ന മുതിർന്നവരുണ്ടല്ലോ പാട്ടും പാടിക്കൊണ്ട് ചെയ്യുന്നത്, അവർക്ക് വന്നിട്ട് കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും, എത്ര ഉത്സാഹത്തോടെ ചെയ്യുന്നു. ബ്രഹ്മബാബയുടെ വിശേഷത എന്തായിരുന്നു? അല്ലെ, ബ്രഹ്മബാബയുടെ വിശേഷതയായിരുന്നു കരിക്കട്ടകള്, അല്ലെ കൽക്കരികള് എടുക്കുകയാണെങ്കിലും, അല്ലെ കരിക്കട്ട അത് എടുക്കുകയാണെങ്കിലും എന്താണ് വളരെ ഉത്സാഹത്തോടു കൂടിയാണ് എടുക്കുന്നത്, വളരെ എന്റർടൈൻമെന്റ് പോലെയാണ്. അപ്പൊ ബാബ പറയണ ആ സമയത്ത് ഒരു വാർത്ത വന്നു, ബാബ മുരളിയില് ഈ കൽക്കരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരു വാർത്ത വന്നു, അബുവില് എന്താണ് ഈ കൽക്കരി എന്തോ വലിയ വണ്ടിയിലോ എന്തിലോ കൊണ്ടുവന്നു. ഒരു വാർത്ത വന്നു, അച്ഛാ സബി പാണ്ഡവ് ക്യാ കരേങ്കെ, സദാ ഉത്സാഹമേ രഹേങ്കെ. എല്ലാ പാണ്ഡവരും എന്താ ചെയ്യുക? സദാ ഉത്സാഹത്തിലിരിക്കില്ലേ? तो बाप दादा मुरली में तो सभी पांडव क्या करेंगे? എല്ലാ പാണ്ഡവരും എങ്ങനെയായിരിക്കണം? എല്ലാ പാണ്ഡവരും എന്ത് ചെയ്യും? സദാ ഉന്മേഷ ഉത്സാഹത്തിലിരിക്കണം. ഉത്സാഹ കഭി നഹി ചോഡ്ന, ഉത്സാഹം ഒരിക്കലും ഉപേക്ഷിക്കരുത്. सभी का उत्साह आपके जड़ चित्रों के आगे जाकर पहले उत्साह हिम्मत लेकर फिर कार्य शुरू करते हैं. ബാബ പറയാണ്, അല്ലെ ഇപ്പോഴത്തെ നമ്മുടെ ഉള്ളിലെ ഉന്മേഷ ഉത്സാഹം, അല്ലെ നമ്മുടെ ജഡചിത്രങ്ങളുടെ മുന്നിൽ, ജഡചിത്രങ്ങളുടെ മുന്നിലേക്ക് പോയിട്ട് ആദ്യം നമ്മൾ ഉന്മേഷ ഉത്സാഹമുള്ളവരായിട്ടാണ് ഏതൊരു കാര്യം ആരംഭിക്കുന്നത്. ഇപ്പൊ പറയണ അബിക ഉത്സാഹ आपके जड़ चित्रों के आगे जाकर पहले उत्साह हिम्मत लेकर फिर कार्य शुरू करते हैं. അല്ലെ എപ്പോഴും അങ്ങനെയല്ലേ? എന്ത് മംഗളകാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കും, അല്ലെ? അല്ലെങ്കിൽ ആ തന്റെ ഇഷ്ടദേവതയെ പോയി പ്രാർത്ഥിച്ചു വന്നിട്ടാണ് ആ കാര്യം ആരംഭിക്കുന്നത്, അല്ലെ? അപ്പൊ ബാബ പറയാണ്, ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? ആ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് ആദ്യം ആ ഉന്മേഷവും ധൈര്യവും സ്വീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നേ, അല്ലെ കാര്യം ചെയ്യുന്നത്, അല്ലെ? പണ്ടൊക്കെ അങ്ങനെയല്ലേ, ഭക്തിയിൽ അങ്ങനെയല്ലേ? പാണ്ഡവോं का महावीर का चित्र कितना प्रसिद्ध है. പാണ്ഡവരുടെ മഹാവീരന്റെ ചിത്രം, ഭായിമാരുടെ മഹാവീരന്റെ ചിത്രം എത്ര പ്രസിദ്ധമാണ്. കംജോർ ശക്തി ലേനെ കെ ലിയെ മഹാവീർ കെ പാസ് ജാത്തെ ഹെ, അല്ലെ? ദുർബലരെ ശക്തി നേടാൻ വേണ്ടിയിട്ട് മഹാവീരന്റെ അടുക്കിലേക്ക് പോകുന്നു, അല്ലെ? എത്രത്തോളം എന്താണ് ഹനുമാൻ ചാലിസ എന്തൊക്കെ ഇല്ലേ, അതെല്ലാം ചൊല്ലുമ്പോഴേക്കും എന്താണ് ഹനുമാനെ പോലെ ശക്തി കിട്ടുന്ന വിചാരിക്കും. अच्छा, चारों ओर के സർവപ്രതി ശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാവും, നാനാഭാഗത്തുമുള്ള സർവരെയും പ്രതി ശ്രേഷ്ഠ ഭാഗ്യവാനായ ആത്മാക്കൾക്ക്. മുരളി തീരുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു പാരഗ്രാഫ് അതിന് മുമ്പ് കൽക്കരി. तो चारों ओर के सर्व അതിശ്രേഷ്ഠ ഭാഗ്യവാൻ बच्चों को सदा ज्योतिर्बिंदु बाप को प्रत्यक्ष करने के उमंग उत्साह में रहने वाले. ഇപ്രകാരം നാനാ ഭാഗത്തുമുള്ള സർവരെയും പ്രതി ശ്രേഷ്ഠ ഭാഗ്യവാനായിരിക്കുന്ന കുട്ടികൾക്ക് സദാ ജ്യോതിർബിന്ദുവായ അല്ലെ നിങ്ങൾ കുട്ടികളെ പ്രത്യക്ഷമാക്കുന്നതിന്റെ ഉന്മേഷ ഉത്സാഹത്തിലിരിക്കുന്ന സദാ ജ്യോതിർബിന്ദുവായ ബാബയാണോ അതോ നമ്മളുടെയാണോ? പക്ഷെ നമ്മളും
ആത്മാവാണല്ലോ, ആത്മസാക്ഷാത്കാരം കൊടുക്കണല്ലോ, അല്ലെ? അപ്പൊ ജ്യോതിർബിന്ദുവായ നമ്മളെ പ്രത്യക്ഷമാക്കുന്നതിന്റെ ഉന്മേഷ ഉത്സാഹത്തിലിരിക്കുന്ന സദാ ദിൽമേ ബാക്കി പ്രത്യക്ഷതാക്ക ജണ്ട ലഹരാനി വാലെ, സദാ ഹൃദയത്തിൽ ബാബയുടെ പ്രത്യക്ഷതയുടെ പതാക പാറി പറക്കുന്ന, സദാ വിശ്വത്തിൽ ബാബയുടെ പ്രത്യക്ഷതയുടെ ആ പതാക പാറി പറക്കുന്ന, ഇപ്രകാരം വജ്രതുല്യരായ ബാബയുടെ ജയന്തിയിൽ നിന്ന് കുട്ടികളുടെ ജയന്തിയുടെ ആശംസകൾ. സദാ മുബാരക് സെ ഉടനെ വാലെ ഓർ സദാ രഹേംഗെ. ആരാണോ ആശംസകളിലൂടെ പറക്കുന്നവർ അവര് അല്ലെ സദാ ഉണ്ടായിരിക്കും. സദാ ആശംസകളിലൂടെ പറക്കുന്നവർ അല്ലെ. നമ്മളെങ്ങനെ ഇരിക്കണം? സദാ ബാബ നൽകുന്ന ആശംസകളിലൂടെ നമ്മൾ പറന്നുകൊണ്ടേയിരിക്കണം, സദാ പറന്നുകൊണ്ടിരിക്കണം. ഏസെ ഉത്സാഹമേ രഹനെ വാലെ ഹർ സമയ ഉത്സവം മനാനെ വാലെ. അങ്ങനെയുള്ള ഉത്സാഹത്തിൽ കഴിയുന്നവർ, ഓരോ സമയത്തും ഉത്സവം ആഘോഷിക്കുന്നവർ. സർവക്കോ ഉത്സാഹ ദിലാനെ വാലെ, സർവർക്കും ഉത്സാഹം ഉണർത്തി കൊടുക്കുന്നവർ. അങ്ങനെയുള്ള മഹാൻ ഭാഗ്യശാലി ആത്മാക്കൾക്ക് ത്രിമൂർത്തി ശിവബാബയുടെ സ്നേഹസ്മരണകളും ആശംസകളും നമസ്തേയും. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाबा को നമസ്തേ. മുബാരക് അല്ലേ? ബാബ മുബാരക് പറഞ്ഞില്ലേ? ആശംസകൾ. ഡബിൾ വിദേശി ഭായി ബഹനോ കെ ഗ്രൂപ്പ് സെ മുലാഖാത്ത്. ഡബിൾ വിദേശികളായിട്ടുള്ള സഹോദരി സഹോദരന്മാര് തമ്മിലുള്ള ബാബയുമായുള്ള കൂടിക്കാഴ്ച. ബാപ്പർ ബച്ചോക്കോ ഇത്തന ദിൽ കാ സൂക്ഷ്മ കണക്ഷൻ ഹേ. അച്ഛനും കുട്ടികൾക്കും ഹൃദയത്തിലെ അത്രയും സൂക്ഷ്മമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ജോ കോയിക്ക് താക്കത്തിനെ ഹി അലഗ് കർ സക്കെ. ആർക്കും തന്നെ ശക്തി ഉണ്ടായിരിക്കില്ല അല്ലെ ബാബയിൽ നിന്ന് കുട്ടികളെ പിരിക്കാനുള്ള ശക്തി ആർക്കും ഉണ്ടാവില്ല. എന്നുവെച്ചാല് അച്ഛനും മക്കൾക്ക് എങ്ങനെ വേണം? ഹൃദയത്തിൽ നിന്ന് സൂക്ഷ്മമായിട്ടുള്ള കണക്ഷൻ വേണം. ഒരു ശക്തിക്കും നിങ്ങളെ ബാബയിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കരുത്. सबसे बड़े से बड़ा नशा बच्चों को सदा यही रहता है कि दुनिया बाप को याद करती है, लेकिन बाप किसको याद करता है. ഏറ്റവും വലിയതിലും വലിയ ലഹരി കുട്ടികൾക്ക് എന്താ ഉണ്ടായിരിക്കേണ്ടത്? സദാ ഉണ്ടായിരിക്കേണ്ടത് ലോകം ബാബയെ ഓർമ്മിക്കുന്നു. ബാബ ആരെ ഓർമ്മിക്കുന്നു? ലോകം ബാബയെ ഓർമ്മിക്കുന്നു, ബാബ കുട്ടികളെ ഓർമ്മിക്കുന്നു. बाप किसको याद करता है? बाप को तो फिर भी आत्माएं याद करती है, लेकिन बाप आत्माओं को कौन याद करता है? അല്ലേ? ബാബ പറയാണ്, ബാബയെ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആത്മാക്കളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? കിത്തന ബഡ നശ ഹേ. ഇത് എത്ര വലിയ ലഹരിയാണ് അല്ലെ? നമ്മളെ ഓർമ്മിക്കുന്നത് ആരാണ്? അത് എത്ര വലിയ ലഹരിയാണ്. ഏ നശ സദാ രഹതാ ഹേ. ഈ ലഹരി കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടോ? കം സ്യാദത്തോ നഹി ഹോത്ത. ഈ ലഹരിയിൽ കുറവൊന്നും ഇല്ലല്ലോ, കൂടുതലും കുറവെന്നുള്ള ഏറ്റക്കുറച്ചിലില്ലല്ലോ. കബി ഉടുത്തെ കബി ചെടുത്തെ കബി ചെലുത്തെ. ഇടയ്ക്ക് പറക്കുന്നത് കാണാം, ഇടയ്ക്ക് കയറുന്നത് കാണാം, ഇടയ്ക്ക് നടക്കുന്നത് കാണാം, ഇടയ്ക്ക് നിൽക്കുന്നത് കാണാം. അങ്ങനെയാണോ? तो ऐसे तो नहीं ना पीछे हटने वाले हो ना रुकने वाले हो. അല്ലേ? നമ്മളിതൊന്നുമല്ല അല്ലെ? നമ്മള് പുറകോട്ട് പോകുന്നവരും അല്ല, നിന്നു പോകുന്നവരും അല്ല. ലേക്കിൻ സ്പീഡ് തേജ് ഹോ ജാത്തി ഹൈ. പലപ്പോഴും സ്പീഡ് കൂടുതലായിരിക്കും. ബാപ് ദാദ സദാ ബച്ചോं का खेल देखते रहते हैं. ബാപ് ദാദ സദാ തന്റെ കുട്ടികളുടെ കളി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കബി ചലന ശുരു കർത്തെ ഹൈ, ഫിർ ക്യാ ഹോത്താ ഹൈ. ഇടയ്ക്ക് വെച്ച് കുട്ടികൾ നടക്കാൻ തുടങ്ങും, നടക്കാൻ ആരംഭിക്കും. അപ്പോഴെന്താ സംഭവിക്കുന്നത്? कोई ना कोई ऐसा सर्कमस्टेंसेस बन जाता है, तो जैसे कोई धक्का देता है ऐसे जल पड़ते हैं. അല്ലെ? ചില സമയത്ത് എന്താണ്, കുട്ടികൾക്ക് അതുപോലുള്ള സാഹചര്യങ്ങൾ വരും, അതുപോലുള്ള പരിസ്ഥിതികൾ വരും അല്ലെ? അത് ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും, കഷ്ടപ്പെടുത്തും. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും ഏന്തി വലിഞ്ഞു പോകും മുന്നോട്ട്. ऐसा कोई ना कोई बात ഡ്രാമ അനുസർ होती है. ഡ്രാമ അനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരും. ജോ ഫിർ സെ ഉഡ്തി കല കി ഓർ ലേ ജാതി ഹൈ. അല്ലെ? അത് വീണ്ടും നമ്മളെ പറക്കുന്ന കലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. क्योंकि ड्रामा अनुसार पक्का निश्चय बुद्धि है. दिल में संकल्प कर लिया कि बाप मेरा, मैं बाप का. ऐसे आत्माओं को स्वतः ही मदद मिल जाती है. അപ്പോ ബാബ പറഞ്ഞ എന്താണ്?
നമ്മളെങ്ങനെയുള്ള കുട്ടികളായിരിക്കണം? എപ്പോഴും പറക്കുന്ന കുട്ടികളായിരിക്കണം. ബാബ നോക്കുമ്പോ ഇടയ്ക്ക് പറക്കുന്നു, ഇടയ്ക്ക് അല്ലെ കയറുന്നു, ഇടയ്ക്ക് നിൽക്കുന്നു, ഇടയ്ക്ക് നടക്കുന്നു. കല മാറിക്കൊണ്ടിരിക്കുകയാണ്. ബഡാ നശ ഓർ നശ സദാ രഹത്താ ഹൈ. കുട്ടികൾക്ക് അത്രയും ലഹരി ഉണ്ടോ? വലിയ ലഹരി അത് സദാ ഉണ്ടോ? അല്ലെ ലഹരിയിൽ കുറവ് സംഭവിക്കുന്നില്ലല്ലോ എന്ന് ബാബ ചോദിച്ചു. കുട്ടികൾ ഒരിക്കലും പുറകോട്ട് മാറുന്നവരാകരുത്, നിൽക്കുന്നവരാകരുത്. സ്പീഡ് എപ്പോഴും കുട്ടികൾ നല്ല തീവ്ര വേഗതയിൽ പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കണം. സ്പീഡ് ഉണ്ടായിരിക്കണം. ബാപ്ദാദ സദാ ബച്ചോക്കെ ദേഖ്തേ രഹത്തെ. ബാപ്ദാദ കുട്ടികളുടെ കളി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെ ഇടയ്ക്ക് കുട്ടികൾ നടക്കാൻ തുടങ്ങുന്നു. പിന്നെന്താ സംഭവിക്കുന്നത്? കോയിനാ കോയി ഏസാ സർക്കംസ്റ്റൻസസ് ബൻ ജാത്താ ഹൈ. അങ്ങനെയുള്ള വ്യത്യസ്തമായ പരിസ്ഥിതികൾ വരുന്നു. ഫിർ ജൈസെ കോയി ധക്കാ ദേത്താ ഹൈ തോ ചൽ പഡ്തേ ഹൈ. പിന്നെന്താണ്? ആരെങ്കിലും പുറകിൽ നിന്ന് തള്ളുമ്പോ നമ്മൾ നടക്കുന്നു എന്നുള്ള അവസ്ഥയോ അല്ലെ? അതുപോലുള്ള പരിസ്ഥിതികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴേ കുട്ടികളുടെ അവസ്ഥ എന്താവും? ഇനി ആരെങ്കിലും പുറകിൽ തള്ളി കൊടുക്കണം, എങ്കിലേ ഈ വണ്ടി മുന്നോട്ട് പോകുള്ളൂ, കാര്യങ്ങൾ ചെയ്യുള്ളൂ. तो कोई ना कोई बात ड्रामा अनुसार होती है, फिर से उड़ती कला की ओर ले जाती है. അല്ലെ എന്തെങ്കിലുമൊക്കെ പരിസ്ഥിതികളും പ്രശ്നങ്ങളും ഡ്രാമ അനുസരിച്ച് വരുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെ തരണം ചെയ്തിട്ട് വീണ്ടും പറക്കുന്ന കളിയിലേക്ക് പോവാണ് ചെയ്യുന്നത്. क्योंकि ड्रामा अनुसार पक्का निश्चय बुद्धि है, दिल के संकल्प कर लिया, बस बाप मेरा मैं बाप का. ഡ്രാമ അനുസരിച്ച് നമ്മൾ പക്കാ നിശ്ചയബുദ്ധിയുള്ള കുട്ടികള് ഉള്ളിലെ ദൃഢസങ്കല്പം എടുത്തു, ബാബ എന്റെയാണ്, ഞാൻ ബാബയുടെയാണ്. ഉള്ളിലെ ദൃഢസങ്കല്പം എടുത്തു, ഞാൻ ബാബയുടെയാണ്, ബാബ എന്റെയാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് സ്വതവേ എന്ത് ലഭിക്കും? ബാബയുടെ സഹയോഗം ലഭിക്കും. അല്ലെ ഉള്ളിൽ നമ്മൾ പക്കാ നിശ്ചയബുദ്ധിയായി, ഹൃദയത്തിൽ നമ്മൾ സങ്കല്പിച്ചു ബാബ എന്റെയാണ്, ഞാൻ ബാബയുടെയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബാബയുടെ സഹയോഗം ലഭിക്കും. മദദ് മിൽനെ കിतना समय लगता है? ബാബയുടെ സഹായം ലഭിക്കാൻ എത്ര സമയം വേണം? അല്ലെ 1 സെക്കൻഡ് മതി. ഫോട്ടോ നിക്കാൽ രഹാ ഹൈ, ബാബ് കാ ക്യാമറ സെക്കൻഡ് മേ സബ് നിക്കാൽ ലേത്താ ഹൈ. അപ്പൊ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ബാബ പറഞ്ഞു ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണോ? പക്ഷെ ബാബയുടെ ക്യാമറ പെട്ടെന്നാണ് എല്ലാം സ്വീകരിക്കുന്നത്. കുച്ച് ഭി ഹോ ജായേ ലേക്കിൻ ബാപ്പ് ഓർ സേവാ സേ കഭി ഭി കിനാര നഹീ കർ. എന്ത് തന്നെ സംഭവിച്ചാലും ബാബയോടും സേവയോടും ഒരിക്കലും അകന്നു പോകാൻ പാടില്ല. അല്ലെ വേറെ എന്ത് സംഭവിക്കട്ടെ, പക്ഷെ ബാബയോടും ബാബയുടെ സേവയോടും ഒരിക്കലും അകന്നു പോകാൻ പാടില്ല. യാദ് കർനെ മേ പഠായി പഠിനെ മേ മൻ നഹീ ലഗേ തോ ഭി ജബർദസ്തി സുൻതേ രഹോ. ബാബ പറയുന്നത് ബാബയെ ഓർമ്മിക്കുക, അല്ലെ പഠിപ്പ് പഠിക്കുക, അതിൽ മനസ്സ് നിൽക്കുന്നില്ലെങ്കിലോ? അല്ലെ മുരളി കേൾക്കുമ്പോ മനസ്സ് നിൽക്കുന്നില്ല, ബാബയെ ഓർമ്മിക്കുമ്പോ മനസ്സ് നിൽക്കുന്നില്ല. ബാബ പറയാണ് നിർബന്ധപൂർവ്വം കേൾക്കണം. നിങ്ങളെ മനസ്സ് നിൽക്കുന്നില്ലെങ്കിൽ നിർബന്ധപൂർവ്വം കേൾക്കണം, നിർബന്ധപൂർവ്വം യോഗ ചെയ്യണം, അപ്പൊ എല്ലാം ശരിയാവും. അപ്പൊ അതാണ് പറയുന്നത് അല്ലെ. നമുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യമില്ലേ ജ്ഞാനയോഗത്തിൽ? പക്ഷെ അത് നിർബന്ധമായിട്ട് ചെയ്യും. तो सेवा से कभी भी किनारे नहीं करना, याद करने में व पढ़ाई पढ़ने में मन नहीं लगे तो जबरदस्ती सुनते रहो, योग लगाते रहो, ठीक हो जाएगा. അല്ലെ ജോലികളെല്ലാം ചെയ്യുമ്പോഴും മുരളി കേട്ടോണ്ടേ ഇരിക്കണം. ക്യോങ്കി മായ ട്രയൽ കർത്തി ഹെ, മായ നിങ്ങളുടെ അടുക്കിലേക്ക് വരാനായിട്ട് ട്രയൽ ചെയ്യാണ്. മായയുടെ ട്രയലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ജ്ഞാനയോഗത്തിലുള്ള രുചി നഷ്ടപ്പെടുന്നത്. जबरदस्ती सुनते रहो, योग लगाते रहो, ठीक हो जाएगा. क्योंकि थोड़ा थोड़ा सा किनारा कर ले तो आ जाओ उसके पास, इसलिए कभी किनारा नहीं करना है. ले बाबा പറയാണ് ले ये थोड़ा सा किनारा कर ले तो आ जाओ इसके पास, इसलिए कभी किनारा नहीं करना है, നിയമം को कभी नहीं छोड़ना है. ബാബ പറയുന്ന കുട്ടികൾ നിയമങ്ങളിലൂടെ നടക്കണം. രാവിലെ അമൃതവേള യോഗ, പിന്നെ മുരളി അല്ലെ, സന്ധ്യായോഗം, അമൃതവേള യോഗം. ബാബ പറയുന്ന കുട്ടികൾ നിയമങ്ങളിലൂടെ നടക്കണം.
അഥവാ നമ്മുടെ പുരുഷാർത്ഥത്തിൽ കുറച്ച് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പുരുഷാർത്ഥത്തിന്റെ പാതയിൽ നമ്മൾ കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലേ? ബാബ പറയാണ്, ബാബയുടെ അടുക്കലേക്ക് തന്നെ നമ്മൾ വരണം, അകന്നു പോകരുത്. അല്ലേ? ഒരിക്കലും അകന്നു പോകാൻ പാടില്ല. അല്ലെ? നിയമങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ജ്ഞാനയോഗത്തിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. അപ്പനി പടായി അമൃതവേള സേവാ ജോബി ദിനചര്യ ബനി ഹുയി. അല്ലെ? ദിനചര്യയിൽ എന്തെല്ലാം സേവനം ഉണ്ടെങ്കിലും അല്ലെ, തന്റെ പഠിപ്പും തന്റെ അമൃതവേളയും. ഇസ്മേ മൻ നഹി ബി ലഗെ ലേക്കിൻ ദിനചര്യമേ കുച്ച് മിസ് നഹി കരോ. ബാബ പറയാണ്, ജ്ഞാനയോഗത്തിൽ നിങ്ങളുടെ മനസ്സ് ഉറച്ചാലും മനസ്സ് ഉറച്ചില്ലെങ്കിലും, ജ്ഞാനയോഗത്തിൽ നിങ്ങളുടെ മനസ്സ് ലയിക്കുന്നില്ലെങ്കിൽ, ബാബ പറയാണ്, നിങ്ങള് ദിനചര്യയിൽ ഒന്നും തന്നെ മിസ് ചെയ്യരുത്. ദിനചര്യ അതുപോലെ ചെയ്തോണം. അല്ലെ? അമൃതവേള യോഗം ചെയ്യണം, മുരളി കേൾക്കണം, സന്ധ്യായോഗം ചെയ്യണം. ഭാരത് മേ കഹത്തെ ജിത്ന ഫായ്ദ ജിത്ന കായ്ദ ഉത്തന ഫായ്ദ. അല്ലെ? ഭാരതത്തിലും പറയുന്നുണ്ട്, എത്രമാത്രം നിയമങ്ങളുണ്ടോ അത്രത്തോളം നേട്ടങ്ങളുണ്ട്. നിയമങ്ങൾ ഉണ്ടെങ്കിലാണ് നേട്ടങ്ങൾ ഉള്ളത്. അല്ലെ? ബാബ പറയാണ്, സേവാമേ ജോബി ദിനചര്യ ബനി ഹുയി ഹെ ഉസ്മേ മൻ നഹി ലഗെ. അല്ലെ? ദിവസം മുഴുവൻ സേവനത്തിന്റെ ഏത് ദിനചര്യ ഉണ്ടെങ്കിലും അതില് ആ സേവനം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വരുന്നില്ലെങ്കിലും, അല്ലെ, ആ ദിനചര്യകൾ, നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിന്റെ ദിനചര്യകൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. भारत में कहते हैं जितना कायदा उतना फायदा. तो ये जो कायदे बने हुए हैं, नियम बने हुए हैं, उसको हम कभी मिस नहीं करना है. അതുകൊണ്ട് മുരളി കേൾക്കണം, യോഗം ചെയ്യണം. അല്ലെ? ബാബ നമുക്ക് ദിവസം മുഴുവൻ എങ്ങനെ നമ്മൾ ആയിരിക്കണം? രാവിലെ അമൃതവേളയ്ക്ക് ഉണരണം, പിന്നെ രാവിലെ മുരളി ക്ലാസ് കേൾക്കണം. ഈ നിയമം ബാബ നമുക്ക് നൽകിയിട്ടുണ്ടോ? അല്ലെ? എത്രത്തോളം നമ്മൾ ബാബയുടെ എല്ലാ നിയമങ്ങളിലൂടെ നടക്കുന്നു അത്രയും നേട്ടമുണ്ട്. तो ये भी जो कायदे बने हुए हैं, नियम बने हुए हैं, कि इसको कभी भी मिस नहीं करना है. അല്ലെ? ബാബ പറയാണ്, ഈ നിയമങ്ങള്, അല്ലെ, ബാബയുടെ ദിനചര്യയുടെ നിയമങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ബാബ പറയാണ്, ഈ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്, ഈ നിയമങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ദേഖോ അപ്നെ ഭക്ത് അഭി തക്ക് ആപ്കാ നിയം പാലൻ കർ രഹേ ഹൈ. നിങ്ങളുടെ ഭക്തര് പോലും ഇപ്പോൾ വരേക്കും, കലിയുഗത്തിന്റെ അന്ത്യം വരേക്കും നിങ്ങളുടെ നിയമങ്ങളെ പാലിക്കുന്നവരുണ്ട്. ചാഹെ മന്ദിർ മേ മനാ നഹി ഭി ലേംഗെ तो भी आएंगे जरूर. അല്ലെ? ചിലപ്പോ ക്ഷേത്രത്തിൽ പോയാലും അവിടെ മനസ്സ് ഉറച്ചു നിൽക്കുന്നുണ്ടാവില്ല, അപ്പൊ അവര് വരും. ഏ കിസ്സെ സിക്കെ. അല്ലെ? എന്ത് അപ്പൊ ബാബ പറയാണ്, അപ്പൊ മനസ്സ് ക്ഷേത്രങ്ങളിൽ പോയാലും മനസ്സ് അവിടെ നിൽക്കുന്നില്ല, തങ്ങി നിൽക്കുന്നില്ല, അപ്പൊ അവര് തീർച്ചയായിട്ടും വരുന്ന ബാബ പറയാണ്, ഏ കിസ്സെ സിക്കെ ആപ് ലോഗോനെ സിക്കായ. അല്ലെ? ബാബ പറയാണ്, ഇതാരാ പഠിപ്പിച്ചത്? ഇപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സതിൽ ഉറക്കുന്നില്ല, എന്നാലും അവര് ക്ഷേത്രത്തിൽ പോകും. അവർക്ക് ഏകാഗ്രത കിട്ടിയാൽ ഏകാഗ്രത കിട്ടിയില്ലെങ്കിൽ അവര് പോകും. മനസ്സിലായി? പോവാതിരിക്കും. അത് എവിടുന്നാ കിട്ടിയത് ഈ സംസ്കാരം? നമ്മുടെ അടുക്കുന്നാണ് ഈ സംസ്കാരം കിട്ടിയത്. നമ്മളിൽ നിന്ന് കിട്ടിയ സംസ്കാരം അത്. सदैव ये अनुभव करो, जो भी मर्यादाएं हैं, नियम बने हैं, उसको बनाने वाले हम हैं. സദാ നമുക്ക് അനുഭവം ഉണ്ടായിരിക്കണം, സദാ നമുക്ക് വിചാരം വേണം. എന്താണ്? ഈ ഈശ്വരീയ മര്യാദകളും ഈശ്വരീയ നിയമങ്ങളും, അല്ലെ, ഇതിനെ നിർമ്മിച്ചത് നമ്മളാണ്. ഈ ഈശ്വരീയ നിയമങ്ങളും ഈശ്വരീയ മര്യാദകളും നിർമ്മിച്ചത് ആരാണ്? നമ്മളാണ്. കാരണം നമ്മളത് പാലിക്കല്ലേ. ഈ നിയമങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ്, അല്ലെ, അത് ലോകത്തിന്റെ കൂടി മര്യാദകളായി നാളെ മാറുള്ളൂ. तो आपने बनाया या बने हुए मिले हैं. ബാബ ചോദിക്കാണ്, നിങ്ങളാണോ നിയമങ്ങൾ ഉണ്ടാക്കിയത്, അതോ ഉണ്ടാക്കിയ നിയമങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതാണോ? ലോ മേക്കേഴ്സോ യാദ് നഹി. അല്ലെ? ബാബ ചോദിക്കാൻ, നിങ്ങൾ ലോ മേക്കേഴ്സ് ആണ്, ഓർമ്മയില്ലേ? ലോ മേക്കേഴ്സ് ആണ് നിങ്ങള്. तो अमृतवेले उठना ये आपका मन मानता है या बना हुआ है, इसलिए इस पर चलते हो. അപ്പൊ കുട്ടികൾ അമൃതവേളയിൽ ഉണരുന്നു.
അല്ലെ? മനസ്സതിനെ അംഗീകരിക്കുന്നുണ്ടോ? യാ ബനാ ഹുവാ ഹെ ഇസ്ലിയെ ഇസ് പർ ചലത്തെ ഹോ. അമൃതവേള എന്നൊക്കെ പറഞ്ഞ നിയമത്തിലൂടെ നമ്മൾ ജീവിക്കാൻ. രാവിലെ പാട്ട് പാടും, അപ്പൊ നമ്മൾ ഉണരും. അപ്പൊ ബാബ പറയാണ്, അങ്ങനെ എല്ലാം നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിലൂടെ നടക്കുന്നു. അപ്പൊ സ്വയം അനുഭവ കർത്തേ ചലത്തെ ഹോ യാ ഡയറക്ഷൻ വാ നിയം ബനാ ഹുവാ ഹെ. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ സ്വയം അനുഭവം ചെയ്യാണ്. ഈ നിയമങ്ങളിലൂടെ മര്യാദകളിലൂടെയുള്ള ജീവിതം സ്വയം അനുഭവം ചെയ്യാണ്, അല്ലെ? അപ്പൊ നടക്കുമ്പോഴും ചുറ്റി കറങ്ങുമ്പോഴും ബാബ എന്താണോ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്, എന്താണോ ബ്രാഹ്മണ ജീവിതത്തിന്റെ നിയമങ്ങളായിട്ടുള്ളത്, അത് പ്രകാരം നടക്കണം. ആപ്കാ മൻ മാൻതാ ഹെ जो मन मानता है वो मन में नहीं बनाया ना. അല്ലെ? മനസ്സ് എന്താണോ അംഗീകരിക്കുന്നത് അത്, അല്ലെ? മനസ്സ് അംഗീകരിക്കുന്നത് മനസ്സല്ലല്ലോ നിർമ്മിക്കുന്നത്. അപ്പൊ ബാബ നമുക്ക് നിർമ്മിച്ച നിയമങ്ങളിലൂടെയാണ് നമ്മളുടെ മനസ്സ്, അല്ലെ? നമ്മുടെ മനസ്സോടെ നടക്കുന്നത്. तो इसलिए इन पर चलते रहो, आप स्वयं अनुभव करते चलते हो. ഡയറക്ഷൻ വാ നിയം ബനാ ഹുവാ ഹെ ഇസ്ലിയെ ചലത്തെ ഹോ. നമുക്ക് ഡയറക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ബാബ നമുക്ക് നിയമങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ ബ്രാഹ്മണ ജീവിതത്തിന്റെ നിയമങ്ങളിലൂടെ നമ്മൾ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് അത് എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട്, അല്ലെ? മനസ്സ് അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് നടക്കാൻ പറ്റുന്നത്. മനസ്സ് അംഗീകരിക്കാത്ത ഒരു കാര്യത്തിലൂടെ നമ്മൾ നടക്കില്ലല്ലോ. तो जो मन मानते हो मानता है तो वो मन में नहीं बनाया है ना. कोई मजबूरी से भी नहीं चल रही हो, करना ही पड़ेगा. അപ്പൊ ബാബ പറയാണ്, നമ്മുടെ മനസ്സൊരു കാര്യം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് നമ്മളുടെ മനസ്സിൽ നിർമ്മിച്ചതല്ല. അപ്പൊ നടക്കുന്നത് നമ്മൾ എങ്ങനെയായിരിക്കണം? മനസ്സോടെ ആയിരിക്കണം. വളരെ ബുദ്ധിമുട്ടിയിട്ടല്ലേ ബാബയുടെ വഴിയിലൂടെ നടക്കേണ്ടത്, അല്ലെ? ചെയ്തല്ലേ മതിയാകൂ, ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നടക്കാണോ? കബ് ആദി മധ്യ അന്ത് തീനോ കോളേജിക്ക് നോളജ് തേതി. അല്ലെ? ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ കുറിച്ചുള്ള നോളേജ് ആണ് ആദ്യം നൽകിയത്. കുച്ച് ഭി കർത്തേ ഹോ തീനോ കാലോ കോ ജാൻകർ. ബാബ പറഞ്ഞ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും, അല്ലെ, 3 കാലങ്ങളെ അറിഞ്ഞു ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും 3 കാലങ്ങളെ അറിഞ്ഞു ചെയ്യണം. ബാബ് ദേഖ്തേ ഹെ കി കമാൽ കർനെ വാലെ ബച്ചേ ഹെ. ബാബ കാണുന്നുണ്ട്, വളരെ അത്ഭുതം ചെയ്ത് കാണിക്കുന്ന കുട്ടികളുണ്ട്, അത്ഭുതം കാണിക്കുന്ന കുട്ടികളുണ്ട്. ബാബ് സെ പ്യാർ അട്ടൂട്ട് ഹെ. അല്ലെ? അങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ബാബയോട് മുറിയാത്ത സ്നേഹമാണ്. ഇസ്ലിയെ കൊയ് ഭി ബാത് ഹോത്തി ഹെ തോ ഉഡ്തേ രഹത്തെ ഹെ. അതുകൊണ്ട് അവര് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാബ് സെ പ്യാർ മേ സഭി ഫുൾ പാസ്. അല്ലെ? ബാബയുടെ സ്നേഹത്തിൽ എല്ലാ കുട്ടികളും ഫുൾ പാസ് ആണ്. പഠായി മേ നമ്പർ വാർ ഹോ. അല്ലെ? പഠിപ്പിൽ നമ്പർ വാർ ആണ്. ലേക്കിൻ പ്യാർ മേ നമ്പർ 1. പഠിപ്പിനെ ധാരണ ചെയ്യുന്നതിന് കുട്ടികളെ നമ്പർ 6 ആണ്. പക്ഷെ ബാബയുള്ള സ്നേഹത്തിലെ കുട്ടികളെ നമ്പർ 1 ആണ്. അല്ലെ? ബാബയുള്ള സ്നേഹത്തിലെ കുട്ടികള് നമ്പർ 1 കുട്ടികളാണ്. അല്ലെ? അങ്ങനെ അത്ഭുതം കാണിക്കുന്ന കുട്ടികളുണ്ടെന്ന് ബാബ പറഞ്ഞില്ലേ? അപ്പൊ എന്ത് പ്രശ്നം വന്നാലും കുട്ടികൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബാബയുടെ സ്നേഹത്തിലെ കുട്ടികൾ ഫുൾ പാസ് ആണ്. പഠായി മേ നമ്പർ വാർ ലേക്കിൻ പ്യാർ മേ നമ്പർ 1. പഠിപ്പിൽ നമ്പർ 6, സ്നേഹത്തിൽ നമ്പർ 1. സേവാ ഭി അച്ചി കർത്തെ ഹെ ലേക്കിൻ അഭി കഭി കഭി തോടാ ഖേൽ ദിഖാത്തെ ഹെ. സേവയും നല്ലപോലെ ചെയ്യുന്നുണ്ട് കുട്ടികള്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ എന്താണ്, അല്ലെ, കുറച്ച് കളി കാണിക്കും. ജैसे बाप से नंबर 1 प्यार है ऐसे मुरली से भी प्यार है. അല്ലെ? ബാബയോട് എങ്ങനെ നമുക്ക് നമ്പർ 1 ആയിട്ട് സ്നേഹമുണ്ടോ, അതേപോലെ മുരളിയോട് സ്നേഹമുണ്ടോ? तो जब से आए हो तब से कितनी मुरलियां मिस हुई.
എന്ന് നിങ്ങൾ വന്നു അന്ന് മുതൽ ഇന്ന് വരെ എത്ര മുരളി നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്? कभी कोई कैसे नहाने से सलाम नहीं किया है, क्लास मिस किया है? कभी कोई बहाने से क्लास मिस किया है? ബാബ ചോദിക്കാണ് അല്ലേ, ഇത്രയും നാളായിട്ട് വന്നിട്ട് എത്ര ദിവസം നമ്മൾ മുരളി മിസ് ചെയ്തു? എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞിട്ട് മുരളി മിസ് ചെയ്തിട്ടുണ്ടോ? ജैसे बाप को याद करना मिस नहीं कर सकते അല്ലേ? ബാബയെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മിസ് ചെയ്യാൻ പറ്റുമോ? ബാബയെ ഓർമ്മിക്കുന്നത് കുട്ടികൾ മിസ് ചെയ്യുന്നില്ല. तो ऐसे पढ़ाई मिस ना हो, അതേപോലെ പഠിപ്പ് മിസ് ചെയ്യാൻ പാടില്ല. इसमें നമ്പർ 1 होना है. അതുകൊണ്ട് പഠിപ്പിലും പഠിപ്പിന്റെ ധാരണയിലും കുട്ടികൾ നമ്പർ 1 ആയിരിക്കണം. बाप के रूप याद, शिक्षक के रूप पढ़ाई, सदगुरु के रूप में प्राप्ति वरदान कार्य में लगाना है. അല്ലെ, അച്ഛന്റെ രൂപത്തിൽ ബാബയുടെ ഓർമ്മ, അധ്യാപകന്റെ രൂപത്തിൽ പഠിപ്പ്, സദ്ഗുരുവിന്റെ രൂപത്തിൽ പ്രാപ്തമായിരിക്കുന്ന വരദാനങ്ങളെ കാര്യത്തിൽ പ്രയോഗിക്കണം. ഏ തീനോ നമ്പർ 1 ചായേ അല്ലെ. അപ്പൊ എന്താണ്? അച്ഛൻ, ടീച്ചർ, സദ്ഗുരു, ഈ 3 ബന്ധങ്ങളിലും നമ്മൾ നമ്പർ 1 ആയിരിക്കണം. ഈ 3 ബന്ധങ്ങളിലൂടെയുള്ള പ്രാപ്തികളിലും നമ്മൾ നമ്പർ 1 ആയിരിക്കണം. വരദാൻ തോ സബ്കോ മിൽത്തെ ഹെ, വരദാനം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഞാൻ ലേക്കിൻ സമയപ്പർ വരദാൻ കോ കാര്യമേ ലഗാന, പക്ഷെ സമയത്ത് നമ്മൾ വരദാനങ്ങളെ കാര്യത്തിൽ പ്രയോഗിക്കണം. ഇസ്കോ കഹത്തെ ഹെ വരദാനോ സെ ലാഭ്, ഇതിനാണ് നമ്മൾ പറയുന്നത് വരദാനത്തിലൂടെ ലാഭം അല്ലെ, വരദാനത്തിലൂടെയുള്ള നേട്ടം. അപ്പൊ വരദാനത്തിലൂടെയുള്ള നേട്ടം നമ്മൾ നേടണം. വരദാനം എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നുണ്ട്, പക്ഷെ അല്ലെ ദിവസം വരദാനം ലഭിക്കുന്നുണ്ട്, പക്ഷെ ആ വരദാനങ്ങളെ വേണ്ട സമയത്ത് കാര്യത്തിൽ പ്രയോഗിക്കാൻ സാധിക്കണം. ഏ തീൻഹി ബാത്തെ ചെക്ക് കർണ, ഈ 3 കാര്യങ്ങൾ കുട്ടികളെ ചെക്ക് ചെയ്യണം. എന്താണ് 3 കാര്യങ്ങള്? എന്താ ചെക്ക് ചെയ്യേണ്ടത്? അല്ലേ, ടീച്ചറുടെ രൂപത്തിൽ നമ്മൾ പഠിപ്പ് മിസ് ചെയ്യാൻ പാടില്ല അല്ലെ. അച്ഛൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓർമ്മ അല്ലെ. അതിരാവിലെ മുതൽ നമ്മളുടെ ഓർമ്മയുടെ ദിനചര്യ ആരംഭിക്കുന്നു. അപ്പോ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം, അത് മിസ് ചെയ്യാൻ പാടില്ല അല്ലെ. ആ ടീച്ചറുടെ പഠിപ്പ് മിസ് ചെയ്യാൻ പാടില്ല. ദിവസവും സദ്ഗുരു വരദാനം നൽകുന്നുണ്ട്, ആ വരദാനങ്ങൾ മിസ് ചെയ്യരുത്. ആ വരദാനങ്ങളെ വേണ്ട സമയത്ത് കാര്യത്തിൽ പ്രയോഗിക്കണം. വരദാൻ तो सबको मिलते हैं लेकिन समय पर वरदान को कार्य में लगाना. അപ്പൊ വരദാനങ്ങളുടെ നേട്ടം എടുക്കണം, സമയത്തെ വരദാനത്തിന്റെ കാര്യത്തിൽ പ്രയോഗിക്കണം. ഈ 3 കാര്യങ്ങൾ സ്വയത്തെ ചെക്ക് ചെയ്യണം. ആദ്യം മുതൽ ഇപ്പോൾ വരെയും ഈ 3 കാര്യങ്ങളിൽ എത്രത്തോളം നമ്മൾ പാസ്സായിട്ടുണ്ട്. ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ മുതൽ ഇത്ര വരെയും മുരളിയൊന്നും മിസ് ചെയ്തിട്ടില്ലല്ലോ അല്ലെ, അമൃതവെള്ളം മിസ് ചെയ്തിട്ടില്ലല്ലോ. ബാബ ചോദിക്കാണ് ഈ 3 കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം പാസ്സായിട്ടുണ്ട്. അപ്പൊ വിജയമാലയ്ക്ക് മടക്കി ബനേഗി, എങ്കിലേ വിജയമാലയിൽ മുത്തായിട്ട് മാറാൻ സാധിക്കും. अच्छा, बाप दादा बच्चों के निश्चय और उमंग उत्साह देखकर खुश है. बाप दादाക്ക് കുട്ടികളുടെ നിശ്ചയവും ഉന്മേഷ ഉത്സാഹവും കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്. ബാപ് ദാദ ഏകേക്ക് വിശേഷതको देख रहे हैं. ബാപ് ദാദ ഓരോരോ കുട്ടികളുടെ വിശേഷതയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാപ് ദാദ जब देखते हैं तो कितने मोहब्बत से आगे बढ़ रहे हैं. ബാപ് ദാദ നോക്കുമ്പോൾ കുട്ടികൾക്ക് ബാബയോട് അതിരറ്റ പ്രേമമാണ്. ആ പ്രേമത്തിലാണ് കുട്ടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മേനത്തക്കോ മേനത്തിനെ ഹി സമസ്തേ ഹെ അല്ലെ, ബാബയോടുള്ള പ്രേമം കാരണം അല്ലെ. ഇപ്പൊ ഒരു വ്യക്തിയോട് ഇഷ്ടമാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് രാത്രി ഉറങ്ങാതിരിക്കാനോ പകല് കഷ്ടപ്പെടാനോ 24 മണിക്കൂറും പ്രയത്നിക്കാനും മടിയില്ല അല്ലെ. അതേപോലെ ബാബയോട് പ്രേമമുണ്ടെങ്കിൽ ബാബയുടെ സേവ 24 മണിക്കൂറും ചെയ്യാൻ നമുക്ക് മടി ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ബാബ പറയാണ് അവിടെ പരിശ്രമം ഒരിക്കലും പരിശ്രമമാണെന്ന് തോന്നില്ല. പ്രേമമുള്ളിടത്ത് പരിശ്രമം ഇല്ല അല്ലെ. പ്രേമം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അയ്യോ 10 മണിക്ക് എനിക്ക് കിടക്കാൻ പറ്റില്ലേ, ഇനി സേവയുണ്ടോ, ഞാൻ ചെയ്യണം അല്ലെ. കാരണം എന്താണ്? പ്രേമമില്ല. പ്രേമമുള്ളിടത്ത് പ്രയത്നം അനുഭവപ്പെടില്ല അല്ലെ. ബാബയുടെ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ പ്രയത്നമില്ല അല്ലെ. അവിടെ പരിശ്രമമായിട്ട് തോന്നില്ല. മൊഹബത്ത് ചൽ രഹി ഹെ തോ ഖുഷി ഹോത്തി അല്ലെ. സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ബാബയോടുള്ള പ്രേമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, മുന്നേറുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുണ്ടാകും. ഏകേക്ക് വിശേഷതയ്ക്ക് ലിസ്റ്റ് ബാപ് ദാദാക്ക് പാസേ, തന്റെ ഓരോ കുട്ടികളുടെയും വിശേഷതയുടെ ലിസ്റ്റ് ബാബയുടെ അടുക്കലും. സംജാ, മനസ്സിലായോ? വിദായിക്ക് സമയം
വിട പറയുന്ന സമയത്ത് ആജ് ബാപ്ദാദ ഓർ അനേക ബച്ചോ കെ ജന്മദിവസ് കി പദം ഗുണ മുബാരക് ഹോ. ഇന്ന് ബാപ്ദാദയുടെയും തന്റെ അനേക കുട്ടികളുടെയും ജന്മദിനത്തിന്റെ കോടിമടങ്ങ് ആശംസകൾ. ചാരോ ഓർ കെ ബച്ചോ കെ ജന്മ ദിവസ് കി പദം ഗുണ മുബാരക്. നാനാഭാഗത്തുമുള്ള കുട്ടികളുടെ ജന്മദിനത്തിന്റെ കോടിമടങ്ങ് ആശംസകൾ. चारों ओर के बच्चों के दिल का याद प्यार और साथ साथ स्थूल यादगार स्नेह भरे पत्र कार्ड्स മുബാരക് കെ പായി. അല്ലെ, ബാബ പറയുന്ന നാനാ ഭാഗത്തുമുള്ള കുട്ടികളുടെ സ്നേഹം നിറഞ്ഞ കത്ത്, കാർഡുകൾ, അല്ലെ, ആശംസകളുടെ കാർഡുകൾ ബാബയ്ക്ക് ലഭിച്ചു. അല്ലെ, സ്നേഹം നിറഞ്ഞ കത്തുകളും കുട്ടികളുടെ ഉണ്ടായിരുന്ന പിറന്നാൾ ആശംസകളൊക്കെ പറഞ്ഞുള്ള കത്തുകള്, അല്ലെ, പിറന്നാൾ ആശംസകളുടെ കാർഡുകള് എല്ലാം ബാബയ്ക്ക് കിട്ടി. സബ്കെ ദിൽ കി ആവാജ് ബാബയ്ക്ക് ബസ് പഹുച്ചി. എല്ലാ കുട്ടികളുടെയും ഹൃദയത്തിന്റെ ശബ്ദം ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ദിലാരാം ബാബ് സബി ബഡി ദിൽവാലെ ബച്ചോ മേ ബഡി ദിൽ സെ ബഹുത് ബഹുത് സ്നേഹ യാദ് പ്യാർ ദേത്തെ ഹെ. അല്ലെ, ഹൃദയേശ്വരനായ ബാബ തന്റെ സർവ വലിയ ഹൃദയമുള്ള കുട്ടികൾക്ക് വലിയ ഹൃദയത്തോടെ വളരെ വളരെ സ്നേഹസ്മരണകൾ നൽകുകയാണ്. പദം ഗുണ കേന ബച്ചോ കെ സമാൻ കെ ആകെ കുച്ച് നഹി ഹെ. കോടി മടങ്ങ്, അല്ലെ, കോടി മടങ്ങ് എന്ന് പറയുന്നത് കുട്ടികളുടെ സമ്മാനത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇസ്ലിയെ ഡയമണ്ട് നൈറ്റ് കി ഡയമണ്ട് വർഷസെ മുബാരക്കോ. അല്ലെ, ബാബ പറഞ്ഞു ഡയമണ്ട് നൈറ്റ്, ബാബ രാത്രിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അതാ ഡയമണ്ട് നൈറ്റിന്റെ, ഡയമണ്ട് വർഷത്തിന്റെ ആശംസകൾ. सभी को याद प्यार और सदा फरिश्ता बन उड़ते रहने की मुबारक हो. സദാ സ്നേഹസ്മരണകളും സദാ മാലാഖിയായിട്ട് പറന്നുകൊണ്ടിരിക്കാനുള്ള ആശംസകൾ. അച്ഛ ഡയമണ്ട് മോർണിംഗ്. അതായത് പണ്ട് ബാബ വന്നു കഴിഞ്ഞാൽ എന്താണ്, സന്ധ്യക്ക് 7 മണിക്ക് വന്ന വെളുപ്പിനെ പോണു ബാബ. കുട്ടികൾ വെളുപ്പാങ്കാലത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പോണു. അതിനാണ് എന്ത് പറഞ്ഞത്, അല്ലെ, ഡയമണ്ട് നൈറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഡയമണ്ട് മോർണിംഗ് എന്ന് പറഞ്ഞു. വെളുപ്പാങ്കാലത്താ പോകുന്നത് ബാബ. ഞാനൊക്കെ ആദ്യം ബാബയെ കാണുമ്പോ അങ്ങനെയാ, 5 മണിക്കാ ബാബ പോകും. രാത്രി ഫുൾ ബാബയുടെ കൂടെ, സന്ധ്യക്ക് 7 മണി മുതൽ വെളുപ്പാങ്കാലം വരെ. അത് രസമായി. അച്ഛ ഡയമണ്ട് മോർണിംഗ്. വരദാനം. अकल्याण की सीन में भी कल्याण का अनुभव कर सदा अचल अटल रहने वाले निश्चय बुद्धि भव. അമംഗളത്തിന്റെ ദൃശ്യത്തിലും മംഗളത്തിന്റെ അനുഭവം ചെയ്ത് സദാ അചഞ്ചലമായി കുലുങ്ങാത്തവരായിരിക്കുന്ന നിശ്ചയബുദ്ധിയുള്ളവരായി ഭവിക്കൂ. ड्रामा में जो भी होता है वो कल्याणकारी युग के कारण सब कल्याणकारी है. ഡ്രാമയില് എന്തെല്ലാം നടക്കുന്നുണ്ടോ, കല്യാണക്കാരി യുഗം കാരണം ഇവിടെ എല്ലാം കല്യാണക്കാരിയാണ്. ഇത് കല്യാണക്കാരിയായ മംഗളകാരിയായ യുഗമാണ്. ഇവിടെ എല്ലാം മംഗളം മാത്രമാണ്. ആ കല്യാൺ മേ ബി കല്യാൺ ദിക്കായി ദേത്തെ ഹെ. അമംഗളത്തിൽ പോലും മംഗളം കാണപ്പെടുകയാണ്. അല്ലെ, അമംഗളമായ ദൃശ്യത്തിൽ നമുക്ക് മംഗളം കാണപ്പെടും. തബ് കഹേങ്കെ നിശ്ചയബുദ്ധി. അങ്ങനെ അമംഗളത്തിലും മംഗളത്തെ കാണപ്പെടുമ്പോഴാണ് നമ്മളെ നിശ്ചയബുദ്ധി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മള് ഡ്രാമ അനുസരിച്ച്, അല്ലെ, ഡ്രാമയിൽ എന്ത് സംഭവിച്ചാലും മംഗളകാരിയാണ്. കാരണം മംഗളകാരി യുഗം കാരണം നമുക്കെല്ലാം മംഗളകാരിയാണ്. പരിസ്ഥിതിക്ക് സമയഹി നിശ്ചയിക്ക് സ്ഥിതിക്ക് പരക്കോതി ഹെ. നമ്മുടെ മുന്നേ പരിസ്ഥിതികൾ വരുമ്പോഴാണ് നമ്മുടെ നിശ്ചയത്തിന്റെ തിരിച്ചറിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം നമുക്ക് നിശ്ചയമുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിശ്ചയിക്ക അർത്ഥ ഹെ സംശയിക്ക നാം നിശാൻ. നിശ്ചയത്തിന്റെ അർത്ഥം എന്താണ്? സംശയത്തിന്റെ പേരോ അടയാളമോ ഉണ്ടാകരുത്. അതാണ് നിശ്ചയം. കുച്ച് ഭി ഹോ ജായേ ലേക്കിൻ നിശ്ചയ ബുദ്ധിക്കോ കോയി ഭി പരിസ്ഥിതി ഹൽച്ചൽ മേ ലാനെ കി സക്തി. അല്ലെ, ബാബ പറയുന്ന എന്ത് തന്നെ സംഭവിച്ചാലും നിശ്ചയബുദ്ധിയുള്ള കുട്ടികൾക്ക്, അല്ലെ, അവരെ പരിസ്ഥിതികൾക്ക് ഉലച്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. നിശ്ചയബുദ്ധിയുള്ള കുട്ടികളെ പരിസ്ഥിതികൾക്ക് ഉലച്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഹൽച്ചൽമേ ആന മന കംജോർ ഹോന. നമ്മുടെ മനസ്സ് ഉലച്ചിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ദുർബലരായി നടത്തുക. അതുകൊണ്ട് നമുക്ക് നിശ്ചയം വേണം. എന്ത് സംഭവിച്ചാലും മംഗളത്തിനാണ്. അതാണ് നിശ്ചയബുദ്ധി. സ്ലോഗൻ പരമാത്മ പ്യാർ കെ പാത്ര ബനോ തോ സഹജി മായജിത് ബൻ ജായെങ്കെ. പരമാത്മാ സ്നേഹത്തിന്റെ പാത്രമാകൂ, അപ്പോൾ
സഹജമായി മായാജിത്താകും. പരമാത്മ സ്നേഹത്തിന് പാത്രമാകൂ, അപ്പോൾ സഹജമായി മായാജിത്താകും. അപ്പൊ നമ്മുടെ രാമചന്ദ്രൻ ഭായിക്ക് വേണ്ടി യോഗ ചെയ്യണം. രാമചന്ദ്രൻ ഭായി ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ കാണാൻ ചെല്ലട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കാണാൻ ചെല്ലണ്ട, അവിടെ അങ്ങനെ ആരെയും കാണിക്കുന്നില്ല, ചെല്ലണ്ട, യോഗ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, തിരുവല്ല. ഹോർമോണൊക്കെ ഇതിൽ കൂടുതലായിട്ട് കാണുന്ന പറഞ്ഞു. അപ്പൊ അവരെന്താണ് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു 3-4-5 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു 5-6 ദിവസം മുമ്പാണ് മോളോട് സംസാരിച്ചപ്പോ, കാരണം എന്താന്നറിയാം, നമ്മുടെ ബട്ടി നടന്നില്ലേ, നമ്മുടെ ബട്ടിയുടെ അന്ന് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു ശിവരാത്രിയുടെ അന്ന് മാർച്ച് 1-ന്. അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു ആകെ വഷളായിട്ടുള്ള നിലയിലാണെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണ് തുറക്കുന്നേ ഇല്ലായിരുന്നു ആള് കണ്ണേ തുറക്കുന്നില്ലായിരുന്നു. അപ്പൊ അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോ ഒന്നും അസുഖം കണ്ടുപിടിക്കാനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവര് ഇവിടെ ബിലീവേഴ്സ് ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് അവര് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നോക്കി അവിടെ നല്ല ഡോക്ടേഴ്സ് എല്ലാം നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭായിക്ക് നല്ല മാറ്റം വന്നു. ഇമ്പ്രൂവ് നല്ല കണ്ണു തുറക്കുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷെ അപ്പൊ മോള് വിഷമത്തോടു കൂടി പറഞ്ഞു, അച്ഛൻ എപ്പോഴും 24 മണിക്കൂറും അച്ഛൻ അല്ലെ ബാബയുടെ കാര്യങ്ങൾ കേട്ടും ബാബയുടെ ക്ലാസ്സുകൾ കേട്ടും എപ്പോഴും അച്ഛൻ ബാബയിൽ മാത്രം. എന്നിട്ട് അച്ഛൻ ബാബ എന്ന് പറയുന്നില്ല സിസ്റ്ററെ, ബാബ എന്ന് പറയുന്നില്ല സിസ്റ്ററെ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതായത് ബായിക്ക് ഷുഗറൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കൂടിയായിരുന്നേ. ഷുഗർ ഇല്ലാത്ത ആളാ. അപ്പൊ എന്തോ അസുഖത്തിന്റെ ഇതിലാണ് ഷുഗറൊക്കെ കൂടി നിന്നത്. അപ്പൊ ഭയങ്കര തളർച്ചയില്ലേ, ഷുഗറൊക്കെ കൂടി ഭയങ്കര തളർച്ചയായിരിക്കും. അപ്പൊ പിന്നെ ബാബ എന്നിങ്ങനെ പറയുന്നത് ഒന്ന് ആലോചിക്കുക, നമുക്കൊന്ന് എന്താ പറയാ, നമ്മുടെ മെമ്മറി പോലും എടുക്കാൻ പറ്റാത്തൊരു അത്രയും ക്ഷീണിച്ചൊരവസ്ഥയായിരിക്കാം. അപ്പൊ ബായിക്ക് പക്ഷെ എല്ലാം ഓർമ്മയൊക്കെ ഉണ്ടെന്നുണ്ട്. പക്ഷെ ബാബ എന്ന് പറയുന്നില്ല സിസ്റ്റർ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ തളർന്നിരിക്കുന്ന ഒരാളെ അങ്ങനെ നിങ്ങൾ വിചാരിക്കാതെ, ബാബ ഹൃദയത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ബായിക്ക് എപ്പോഴും ബാബ എന്നുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. എപ്പോഴും ബാബയുടെ കാര്യങ്ങൾ നോക്കിയും വായിച്ചും കേട്ടും. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ബായിക്ക് നല്ല മാറ്റം ഉണ്ടായി. അടുത്ത ദിവസങ്ങളിൽ തന്നെ 1-ാം തീയതി എന്നോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ 2-ാം തീയതി 3-ാം തീയതി മാറ്റങ്ങൾ സംഭവിച്ചായിരുന്നു. പിന്നെ ബായി മക്കള് ICU പോയി, രാവിലെ കണ്ടു. മോൻ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ കണ്ടു, അച്ഛനോട് സംസാരിച്ചു, ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയുന്നുണ്ട്, അല്ലാതെ സംസാരിക്കുന്നില്ല, ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയുന്നുണ്ട്. പിന്നെ മോള് ഉച്ചയ്ക്ക് പോയി കണ്ടു. അപ്പൊ കണ്ട് സംസാരിച്ച് ബാബയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ബാബയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ കൈ കൊട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം കാണിച്ചു എന്ന് പറഞ്ഞു. നല്ല ഹാപ്പി ആയിരുന്നു അച്ഛൻ, നന്നായിട്ട് നല്ല ബാബയുടെ. അപ്പൊ ഡോക്ടർ ചോദിച്ചു വീട്